അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ സുദിനങ്ങളിലാണ് നാം ഉൾക്കൊള്ളിട്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹും എല്ലാം പാടി പറഞ്ഞുകൊണ്ട് അനുരാഗികളെല്ലാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അലിഞ്ഞിരിക്കുകയാണ് ഈ സമയം. ഈ പരിശുദ്ധമായ മാസത്തിൻ്റെ ഈ വേളയിൽ വേങ്ങരയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ജാമിയ അൽ ഇഹ്സാൻ അൽ ഇസ്ലാമിയയുടെ കീഴിലുള്ള വിദ്യാർത്ഥി സംഘടനയായ മഅദിനുൽ ബയാൻ സ്റ്റുഡൻറ് അസോസിയേഷൻ MBSAയുടെ കീഴിൽ മീലാദ് ക്യാമ്പയിൻ നടന്നു വരികയാണ്. ക്യാമ്പയിൻ്റെ ഭാഗമായി രണ്ടാമത്തെ സുദിനമായ ഇന്ന് വളരെ വ്യത്യസ്തമായ പഠനങ്ങളും അതുപോലെ തന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ചർച്ച ചെയ്യുകയാണ്. ഇന്ന് ഈ രണ്ടാം സുദിനത്തിൽ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് സ്വാഗതം പറയുകയാണ് എൻ്റെ കർത്തവ്യം. നമ്മുടെ ഈ പരിപാടിയിൽ നമ്മോട് സംവദിക്കുന്നത് നമ്മുടെ അൽ ഇഹ്സാൻ അൽ ഇസ്ലാമിയുടെ കാര്യദർശിയായ ബഹുമാനപ്പെട്ട ഹാമിദ് മുസ്ലിയാർ എളമരം, അതുപോലെ തന്നെ അടർക്കളത്തിലെ അനുരാഗം എന്ന വിഷയത്തിൽ നമ്മളുടെ മാപ്പിളപ്പാട്ടിൻ്റെ എല്ലാ കാരണവരും മാപ്പിള ഗവേഷകനുമായ അഷ്റഫ് സക്കാഫി പുന്നത്ത് നടത്തുന്ന പാടിയും പറച്ചിലും, അതുപോലെ തന്നെ നമ്മുടെ SYS സംസ്ഥാന സെക്രട്ടറി സ്വാദിഖ് മാസ്റ്റർ വെള്ളിമുക്ക് മദീനയുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിലും നമ്മുമായി സംവദിക്കുന്നു. ഇവർക്കെല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അഭിവന്യരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. 1495 ജന്മദിനത്തിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഈ സമയത്ത് ലോകം മുഴുവൻ പ്രവാചക അധ്യാപനങ്ങളിലേക്ക് കടന്നു വരുന്ന സന്തോഷകരമായ കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകമൊട്ടുക്കും നടക്കുന്ന രാഷ്ട്രീയപരമായ സാംസ്കാരികപരമായ എല്ലാ മനുഷ്യ ചലനങ്ങളെയും നമ്മുടെ റൂമിൽ നിന്ന് കൊണ്ട് തന്നെ അത് വീക്ഷിക്കാനും അതിൽ നമ്മുടെ പ്രതികരണങ്ങൾ അറിയിക്കാനും അതിനെ വിശകലനം ചെയ്യാനുമൊക്കെ നമുക്ക് ഇന്ന് സാധ്യതകളുണ്ട്. ശാസ്ത്രം അതിനു മാത്രം പുരോഗതിയിലേക്ക് സാങ്കേതിക വിദ്യയും ശാസ്ത്രവും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചക അധ്യാപനങ്ങളെ ആര് കൊച്ചാക്കി കാണിച്ചാലും, ആര് ആ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും അതിൻ്റെ പ്രഭ ഒരു തരത്തിലില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ഇസ്ലാം വളരെ മോശമാണ്, ലോകത്തെ മറ്റ് സംസ്കാരങ്ങൾക്കൊക്കെ ഭീഷണിയാണ്, ഭീകരതയുടെ പര്യായമാണ് എന്ന രൂപത്തിൽ ഇസ്ലാമിൻ്റെ എതിരാളികൾ ലോകമൊട്ടുക്കും പ്രചരണം അഴിച്ചുവിട്ടിട്ടും ഒരു വേള ആ പ്രചരണത്തിന് നേതൃത്വം വഹിച്ച ആളുകൾ വരെ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന കാഴ്ചകളാണ് പാശ്ചാത്യ ലോകത്തു നിന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, പ്രത്യേകിച്ച് ഈ കോവിഡൊക്കെ വന്ന സമയത്ത്, ഈ മഹാമാരി വന്ന സമയത്ത് ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമൊക്കെ ഈ വൈറസിന് മുന്നിൽ പകച്ചു നിന്നപ്പോൾ അവിടെയും ലോകത്തിനാകെ പറയാനുണ്ടായിരുന്നത് പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ മാത്രമായിരുന്നു.
സാമൂഹിക അകലവും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള കൈ കഴുകി വൃത്തിയാക്കലുമൊക്കെ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അത് ഒരു ജീവിതചര്യയായി പഠിപ്പിച്ച വിശുദ്ധ ഇസ്ലാം പറഞ്ഞ പോയിൻ്റുകളല്ലാതെ ആധുനിക ശാസ്ത്രത്തിന് ഇന്നേ വരെ ഈ മഹാമാരിയുടെ കാലഘട്ടത്തിലും ഒന്നും മുന്നോട്ട് വെക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ മനുഷ്യൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളാണെങ്കിലും സാമൂഹിക രംഗത്തുള്ള അസമത്വങ്ങളാണെങ്കിലും അവിടെയെല്ലാം വിശുദ്ധ ഇസ്ലാമിൻ്റെ പരിഹാരമാണ് ഏറ്റവും നല്ല പരിഹാരമെന്ന് ഇന്ന് ലോകം അംഗീകരിച്ചിരിക്കുകയാണ്. ഇസ്ലാമിൻ്റെ സമത്വ സന്ദേശവും മനുഷ്യാവകാശങ്ങളെ പരിരക്ഷിച്ചുകൊണ്ടുള്ള പ്രവാചകൻ്റെ പ്രഖ്യാപനങ്ങളുമെല്ലാം അതിലേക്ക് ലോകം കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ പ്രകാശത്തെ ആര് ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും ആര് അതിനെ അവഗണിച്ചാലും ആ പ്രകാശം ഒളിമങ്ങാതെ ലോകത്തിന് നേർവഴി കാട്ടിക്കൊണ്ട് നിലനിൽക്കുമെന്നുള്ളത് ഇന്ന് വളരെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യമായ ഇന്ത്യ എല്ലാതരം മനുഷ്യ അവകാശങ്ങളെയും അതുപോലെ ജാതീയതയും ഒക്കെ അത് വംശീയമായ അക്രമങ്ങളിലൂടെയും ജാതിയുടെ പേരിലുള്ള പീഡനങ്ങളിലൂടെയും നല്ല സൽപ്പേരുണ്ടായിരുന്ന ഈ രാജ്യം ദിനംപ്രതി അതിൻ്റെ ആ പ്രശസ്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ഇസ്ലാം 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന് കാണിച്ചു കൊടുത്ത സമത്വത്തിൻ്റെ സന്ദേശങ്ങൾ അത് ഈ രാജ്യത്തെ ജനങ്ങളിലേക്കും അതുപോലെ തന്നെ ലോകമൊട്ടുക്കുമുള്ള അതിർത്തിയുടെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ പീഡനം അനുഭവിക്കുന്ന ജനങ്ങളിലേക്കും എത്തിക്കേണ്ടത് നമ്മുടെ എല്ലാം ഒരു കടമയാണ്. അതുകൊണ്ട് തന്നെ വംശീയമായിട്ട് അതിക്രമത്തിൽപ്പെട്ട് പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതുപോലെ സാമ്പത്തികമായിട്ട് പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കായ ജനങ്ങൾ അവർക്കുള്ള ആശ്വാസത്തിൻ്റെ തുരുത്തായി ഇസ്ലാമിനെ കണ്ടെത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ രാജ്യത്ത് തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന 50% വരുന്ന ഈ രാജ്യത്തെ ദലിതുകൾ ഒരുതരം സ്വാതന്ത്ര്യവും ഒരുതരം മാനുഷികമായ അവകാശങ്ങളും ലഭിക്കാതെ ഇന്നത്തെ ഈ ഭരണകൂടത്തിന് മുന്നിൽ നിരന്തരമായിട്ട് പീഡിക്കപ്പെടുന്നത് നാം വാർത്താമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാം രക്ഷയുടെ തുരുത്തായി വിശുദ്ധ ഇസ്ലാമിനെ അവതരിപ്പിക്കാനും ഈ മഹത്തായ മതത്തിൻ്റെ കാഴ്ചപ്പാട് ലോകത്തിൻ്റെ മുമ്പിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കാനും മഹത്തായ പ്രവാചകൻ്റെ ജന്മം ഉൾക്കൊള്ളുന്ന ഈ മാസത്തിൽ നടക്കുന്ന വിവിധങ്ങളായ പരിപാടികളിലൂടെ അള്ളാഹു നമുക്ക് അതിനെ സാധിപ്പിച്ചു തരട്ടെ. വളരെ വിപുലമായ പ്രോഗ്രാമുകളാണ് മിസ്കുൽ ഖിത്താം എന്ന പേരിൽ മദീനയാണ് അഭയം എന്ന പ്രമേയത്തിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധങ്ങളായ ക്ലാസ്സുകളും വിവിധങ്ങളായ സെഷനുകളും ഈ പരിപാടിയിലുണ്ട്. ഇന്ന് ചരിത്ര പണ്ഡിതനായ അഷ്റഫ് സക്കാഫി പുന്നത്ത് നമ്മളെ അഭിമുഖീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാദിഖ് മാസ്റ്ററുടെ പ്രഭാഷണമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. മുത്തുനബിയുടെ പാത പിൻപറ്റി ജീവിക്കാനും ആ നബിയോടുള്ള മഹബത്ത് നമ്മുടെ കൽബിൽ ഊട്ടി ഉറക്കാനും അതുവഴി ദുന്യവിയും ഉഖ്റവിയുമായ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനും പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ്. മദീന വിശ്വാസിയുടെ വികാരമാണ്. യസ്രിബ് മദീനത്തു റസൂലായി പരിവർത്തിതമായ ശേഷം മദീനയെക്കുറിച്ച് തീരാത്ത അന്വേഷണങ്ങൾ, വായനകൾ നടന്നു വരികയാണ്. ഈ വായനകളും അന്വേഷണങ്ങളും ഗവേഷണങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.
ചരിത്രത്തിൻ്റെ ഗതി നിർണയിച്ച ഒരു ദേശത്തെക്കുറിച്ചുള്ള അന്വേഷണം, ലോകത്താകമാനം പ്രകാശം പരത്തിയ ഒരു ദേശത്തിൻ്റെ ചരിത്രം തേടിയുള്ള യാത്രകൾ, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്ന പ്രകാശത്തിൻ്റെ ബിന്ദുവായി ഒരു നാട് മാറുന്നതാണ് മദീനയുടെ ചരിത്രം നമ്മോട് പറയുന്നത്. സവിശേഷമായ ഭൂപ്രകൃതിയും സാമൂഹിക സാംസ്കാരിക വൈവിധ്യങ്ങളുമുള്ള മണ്ണാണ് മദീനയുടേത്. ഒരു രാഷ്ട്രം എങ്ങനെയായിരിക്കണം, ഒരു ഭരണ സംവിധാനം എങ്ങനെയായിരിക്കണം, ഒരു സാമൂഹിക ക്രമം എങ്ങനെയായിരിക്കണം, എവിടെയാണ് യഥാർത്ഥ സാംസ്കാരികമായ ഔന്നത്യമുള്ളത് എന്നെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ദേശമാണ്, മണ്ണാണ് മദീനയുടേത്. മദീനയുടെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ വളരെ വലിയ സവിശേഷതകളുണ്ട്, വൈവിധ്യങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹിജാസിൽ മക്കയിൽ നിന്ന് 340 കിലോമീറ്റർ വടക്ക് മാറിയുള്ള ഒരു ഭൂപ്രദേശം, അഗ്നിപർവ്വത നിരകളാൽ ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ള പ്രത്യേകമായ ഒരു ഭൂപ്രകൃതി, സവിശേഷമായ കാലാവസ്ഥ, കൃഷിക്കനുയോജ്യമായ സ്ഥലങ്ങൾ, ഉഷ്ണമേഖലകളും ശൈത്യമേഖലകളും ഒക്കെ ഉൾക്കൊള്ളുന്ന വ്യത്യാസങ്ങളുള്ള കാലാവസ്ഥയിലാകട്ടെ, സംസ്കാരത്തിലാകട്ടെ, സാമൂഹിക ക്രമത്തിലാകട്ടെ, പരിസ്ഥിതിയിലാകട്ടെ, ഇവിടെയൊക്കെ വ്യത്യാസങ്ങളുള്ള ഒരു പ്രദേശം. കാർഷിക പ്രധാനമാണ് എന്നതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മദീനയിൽ ജനവാസമുണ്ട്. അതുകൊണ്ട് വ്യത്യസ്ത ജനവിഭാഗങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഈ മണ്ണിലേക്ക് കുടിയേറി പാർക്കുകയും അവർ അവരുടേതായ ഒരു ജീവിത രീതിയെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. സാമൂഹികവും രാഷ്ട്രീയവുമായ പശ്ചാത്തലങ്ങൾ പരിശോധിക്കുമ്പോൾ 6-ാം നൂറ്റാണ്ടിൽ മറ്റ് അറബ് പ്രദേശങ്ങളെ പോലെ തന്നെ അരാജകമായ ഒരു സ്ഥിതിവിശേഷമാണ് മദീനയിലും ഉണ്ടായിരുന്നത്. അന്ന് യസ്രിബ് എന്നറിയപ്പെടുന്ന പ്രദേശത്തുണ്ടായിരുന്നത്. ഗോത്രപ്രധാനമായ സാമൂഹ്യ ജീവിതമാണ് അവർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. സാമൂഹിക അസമത്വം വളരെ കൃത്യമായി നിലനിൽക്കുന്ന ഒരു ഭൂപ്രദേശം. പ്രത്യേകിച്ച് കാർഷിക ബന്ധങ്ങളെ പരിശോധിക്കുമ്പോൾ ഭൂവുടമകളും ഉടമസ്ഥതയില്ലാത്ത വ്യക്തികളും തമ്മിലുള്ള അന്തരം, സാമ്പത്തിക രംഗത്തെ ഉച്ചനീചത്വങ്ങൾ, ഇത്തരത്തിലുള്ള അസമത്വങ്ങൾ മദീനയുടെയും അല്ലെങ്കിൽ യസ്രിബിന്റെയും പ്രത്യേകതയായിരുന്നു. സാമൂഹികമായ ഈ അസമത്വത്തോടൊപ്പം രാഷ്ട്രീയമായ അസ്ഥിരതയും മേധാവിത്വത്തിനു വേണ്ടിയുള്ള പരസ്പര പോരാട്ടങ്ങളും, ഗോത്രപ്രധാനമായ ജീവിതം നയിക്കുന്ന അറേബ്യൻ മണ്ണിലുടനീളം ആധിപത്യത്തിനു വേണ്ടിയുള്ള സമരങ്ങൾ നടക്കുന്നത്, പരസ്പര യുദ്ധങ്ങൾ നടക്കുന്നത്, പോരാട്ടങ്ങൾ നടക്കുന്നത് നിത്യസംഭവങ്ങളാണ്. വിശദീകരണം ആവശ്യമില്ലാത്ത വിധം ഉൾക്കൊള്ളാവുന്ന ഒരു കാര്യമാണ്. കുടിപ്പകയുടെയും അതുപോലെ പരസ്പര മേധാവിത്വത്തിനു വേണ്ടിയുള്ള ശ്രമങ്ങളുടെയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന യുദ്ധോത്സുകമായ ഒരു സമൂഹത്തിന്റെ അറബ് ജനതയുടെ ജീവിതം യസ്രിബിലും കാണാൻ സാധിക്കും. സാമൂഹിക ജീർണതകൾ, അതിന്റെ എല്ലാവിധ ദോഷവശങ്ങളും, അതിന്റെ സാമൂഹിക ജീർണതയുടെ എല്ലാവിധ വൃത്തികേടുകളും പ്രകടമാകുന്ന ഒരു ഭൂപ്രദേശം തന്നെയായാണ് മദീനയും അന്ന് ഉണ്ടായിരുന്നത്. സാമ്പത്തിക രംഗത്ത് വലിയ പ്രശ്നങ്ങളുണ്ട്. പലിശയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഒരു വിഭാഗമുണ്ട്. സാമ്പത്തിക അരക്ഷിതത്വം കാരണമായിട്ട് സാമൂഹ്യക്രമത്തിൽ ഉണ്ടായിരുന്ന വലിയ അപകടങ്ങളുണ്ട്. ഇങ്ങനെയെല്ലാമായി സാമൂഹിക ക്രമത്തിൽ നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങളുടെയും സാമൂഹിക ജീർണതകളുടെയും രാഷ്ട്രീയ അസ്ഥിരതയുടെയും സാമൂഹിക പ്രശ്നങ്ങളുടെയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമായാണ് യസ്രിബിനെയും നമുക്ക് മദീനത്തുർ റസൂലാകുന്നതിന് മുമ്പുള്ള ഒരു ഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. സാമൂഹ്യ രംഗത്തെ വൈവിധ്യങ്ങളെ പരിശോധിക്കുമ്പോൾ വ്യത്യസ്ത ഗോത്രങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നു. പരമ്പരാഗതരായ അറബ് വംശജരവിടെയുണ്ട്. ജൂത ജനവിഭാഗങ്ങൾ വളരെ നേരത്തെ തന്നെ യസ്രിബിലുണ്ടായിരുന്നു. ക്രൈസ്തവരുണ്ട്, മജൂസികളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ മതവിഭാഗങ്ങളും വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളും ഗോത്രങ്ങളും എല്ലാം നിറഞ്ഞു നിന്ന ഒരു മണ്ണാണ് യസ്രിബിൻ്റെത്. ബനു ഖൈനുഖ, ബനു ഖുറൈള, ബനു നദീർ തുടങ്ങിയ ഗോത്രവർഗങ്ങൾ അവിടെയുണ്ട്. പിൽക്കാലത്ത് ഔസ്, ഖസ്റജ് എന്നീ 2 ഗോത്രങ്ങളുടെ ആധിപത്യത്തിലേക്ക് മദീന മാറുന്നുണ്ട്. അറബ് ഗോത്രങ്ങളിൽ ജൂതരെ പിന്നിലാക്കിക്കൊണ്ട്
ഔസിന്റെയും ഹസ്റജിന്റെയും മുന്നേറ്റമാണ്. അവർ നിർണായക സാമൂഹ്യ ശക്തിയായി വളർന്നു വരുന്നതാണ് പിൽക്കാല മദീനയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തുന്നതിന്റെ തൊട്ടു മുമ്പുള്ള നൂറ്റാണ്ടുകളിൽ ഔസിന്റെയും ഹസ്റജിന്റെയും വലിയ ആധിപത്യമാണ്. യമനിൽ നിന്ന് മദീനയിലേക്ക് കുടിയേറിപ്പാർത്ത വിഭാഗങ്ങളാണ് ഔസും ഹസ്റജും. മായരിബ് അണക്കെട്ട് തകർന്നതോടുകൂടി യമനിൽ നിന്ന് വലിയൊരു കുടിയേറ്റമുണ്ടായി. ആ കുടിയേറ്റത്തിലാണ് ഒരേ കുടുംബത്തിൽപ്പെട്ട വിഭാഗങ്ങൾ വരുന്നതും അവർ പിന്നീട് രണ്ട് ഗോത്രങ്ങളായി, രണ്ട് വർഗങ്ങളായി വികസിച്ചു വരുന്നത്. ഇവരുടെ കൂടി കടന്നുവരവ് ഔസിന്റെയും ഹസ്റജിന്റെയും കടന്നുവരവ് കൂടി ഉണ്ടാകുന്നതോടെ മദീനയുടെ ചിത്രത്തിന് ഒരു പുതിയ ഭാവം വരികയാണ്. രാഷ്ട്രീയ രംഗത്തെ ആധിപത്യ ശ്രമങ്ങളും കിടമത്സരങ്ങളും ഗോത്രങ്ങളുടെ പേരിലുള്ള വൈരങ്ങളും ഇതെല്ലാം വർദ്ധിച്ചു വരികയാണ്. അവർ ഒരു സാമ്പത്തിക ശക്തി കൂടിയായി വളർന്നു വരികയാണ്. കോട്ടകൾ കെട്ടുന്നു. അവിടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന വ്യത്യസ്ത ഗോത്രങ്ങളുമായി സഖ്യങ്ങൾ രൂപീകരിക്കുന്നു. ഔസിന്റെ നേതൃത്വത്തിലുള്ള ചില സഖ്യങ്ങൾ, ഹസ്റജിന്റെ മറ്റൊരു സഖ്യങ്ങൾ, നേരത്തെ പറഞ്ഞ കുടിപ്പകയും ഗോത്രവൈരവും അതെല്ലാം ഇരട്ടിക്കുകയും അങ്ങനെ ദുരഭിമാനത്തിന്റെ പേരിൽ പരസ്പരം പോരാട്ടത്തിന്റെ വഴിയിലേക്ക് തന്നെ ഈ രണ്ട് ഗോത്രാധിപത്യങ്ങൾക്ക് വേണ്ടി, രണ്ട് ഗോത്രങ്ങളും തമ്മിൽ പരസ്പരം പോരടിക്കുന്ന ആധിപത്യത്തിനു വേണ്ടി സമരം നടത്തുന്ന ഒരു മദീനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റക്ക് തൊട്ടു മുമ്പുള്ള നൂറ്റാണ്ടുകളിൽ, തൊട്ടു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ മദീനയെ നമ്മൾ കാണുന്നത്. ചുരുക്കത്തിൽ സാമൂഹ്യക്രമത്തിൽ അസ്ഥിരതയുണ്ടായിരുന്ന, രാഷ്ട്രീയ അസ്ഥിരതയുണ്ടായിരുന്ന ഒരു ഭൂപ്രദേശം. ഇത് ഈ യസ്രിബ് മദീനത്തു റസൂലായി പരിവർത്തിക്കപ്പെടുന്നിടത്താണ് ചരിത്രം വഴിമാറുന്നത്. പ്രവാചകത്വത്തിന്റെ 11ാം വർഷം മദീനയിൽ നിന്നുള്ള ഒരു സംഘവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംഗമിക്കാൻ ലഭിച്ചിട്ടുള്ള അവസരവും ആ ആശയവിനിമയവുമാണ് യഥാർത്ഥത്തിൽ മദീനയുടെ ചരിത്രത്തെ മാറ്റിമറിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിന്റെ പ്രബോധനത്തിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങൾ, പ്രത്യേകിച്ച് ആദ്യഘട്ടങ്ങളിലെ വളരെ നിശബ്ദമായ ഒരു പ്രബോധനത്തിന്റെ ഘട്ടത്തിന് ശേഷം പരസ്യ പ്രബോധനത്തിന്റെ ഘട്ടത്തിലേക്ക് കടന്നു വരുന്നു. പക്ഷേ നുബുവത്തിന്റെ 10ാം വർഷമാകുന്ന സന്ദർഭത്തിൽ കുറെ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ദുഷ്കരമായ, പ്രയാസകരമായ അനുഭവങ്ങൾ വർദ്ധിച്ചു വരുന്നു. പ്രത്യേകിച്ച് തങ്ങളുടെ താങ്ങും തണലായും നിന്നിരുന്ന രണ്ട് പ്രധാന വ്യക്തികളുടെ വിയോഗം ഉണ്ടാകുന്നു. ആമുൽ ഹിസ്ന് എന്നറിയപ്പെടുന്ന, ദുഃഖവർഷം എന്നറിയപ്പെടുന്ന ഈ ഒരു കാലഘട്ടം തങ്ങൾക്ക് പ്രബോധനത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ വലിയ സംരക്ഷണമായിരുന്നു അബൂ താലിബിൽ നിന്ന് ലഭിച്ചിരുന്നത്. ആ തണലും ആ സംരക്ഷണവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു. അബൂ താലിബ് മരണപ്പെട്ട് ദിവസങ്ങൾ കഴിയുന്നതിനിടയിൽ തന്നെ ബഹുമാന്യരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി, തന്നോട് ഏറ്റവും ചേർന്ന് നിന്ന് എല്ലാ കാര്യങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തണലേകിയിട്ടുള്ള ഖദീജ ബീവിയും വഫാത്താകുന്നു. രണ്ടുപേരുടെയും വിയോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. ദഅവത്തിന്റെ മേഖലയിൽ, തന്റെ പ്രവർത്തന രംഗത്ത് ശത്രുക്കൾ കുറെ കൂടി ശക്തമായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, പ്രത്യക്ഷമായ പ്രബോധനത്തിന്റെ രംഗങ്ങളിൽ മക്കയുടെ തെരുവിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് വ്യത്യസ്ത വിഭാഗം ജനങ്ങളുമായി സംവദിക്കുന്ന ഘട്ടമാണ്. ഗൃഹസന്ദർശനങ്ങൾ നടത്തുന്നുണ്ട്. തമ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മക്കയില് ഹജ്ജ് സീസൺ ആകുന്ന സന്ദർഭത്തിൽ, തീർത്ഥാടന സമയം വരുന്ന സമയത്ത് വ്യത്യസ്ത തമ്പുകളിൽ, വ്യത്യസ്ത അറബ് വിഭാഗ പ്രദേശങ്ങളിൽ നിന്നായി ധാരാളം ആളുകൾ മക്കയിലേക്ക് കടന്നു വരും. ഈ ആളുകളിലേക്ക് വിശുദ്ധ മതത്തിന്റെ സന്ദേശം എത്തിക്കാനുള്ള, തൗഹീദിന്റെ സന്ദേശം എത്തിക്കാനുള്ള തീവ്രമായ യത്നമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കുന്നത്. ഓരോ തമ്പുകളിലും കയറി ഇറങ്ങിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതർ വിശുദ്ധ ദീൻ പഠിപ്പിച്ചു കൊടുക്കും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ തൗഹീദിന്റെ വാക്യത്തെ, ഷഹാദത്തിന്റെ വാക്യത്തെ, അതിന്റെ പ്രാധാന്യത്തെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. ഏകദൈവ വിശ്വാസത്തിലേക്കുള്ള ഈ ശ്രമം, ഈ ക്ഷണം പല വിഭാഗങ്ങളും തങ്ങളുടെ നാടുകളിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് മക്കയിലെ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന കൂട്ടത്തിൽ തങ്ങളുടെ ഗ്രാമീണരോട്, തങ്ങളുടെ ഗോത്രങ്ങളോട് മക്കയിൽ വന്നിട്ടുള്ള പുതിയ പ്രബോധന ശ്രമങ്ങളെക്കുറിച്ച്, മുഹമ്മദ് നബിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. അങ്ങനെയുള്ള ആശയവിനിമയങ്ങളിൽ വളരെ പ്രധാനമായിരുന്നു നുബുവത്തിന്റെ 11ാം വർഷം യസ്രിബിൽ നിന്ന് വന്നിരുന്ന ഒരു സംഘത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംവദിക്കാൻ അവസരം കിട്ടുന്നത്. അവർ തങ്ങളുടെ നാടുകളിലേക്ക് തിരിച്ചു ചെന്ന് മദീനയിൽ ചെന്ന് പറഞ്ഞു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷങ്ങൾ. തൊട്ടടുത്ത വർഷമാകുമ്പോഴേക്ക്
ഒരു ചെറു സംഘത്തെ രൂപപ്പെടുത്തിയെടുക്കാനും ആ ചെറു സംഘത്തെയും കൊണ്ട് മക്കയിലേക്ക് വരാനും അവർക്ക് സാധിച്ചു. ഹിജ്റ നുബുവത്തിന്റെ 12-ാം വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഈ 12 അംഗ സംഘം, ഹൗസിന്റെയും ഖസറജിന്റെയും പ്രാതിനിധ്യമുള്ള 12 അംഗ സംഘം, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി നടത്തുന്ന കൂടിയാലോചന, അഖബയിൽ അവരുടെ സംഗമം, അവിടെ ഉണ്ടാകുന്ന ഉടമ്പടി, 1ഉം 2ഉം അഖബ ഉടമ്പടികളാണ് മദീനത്തുർ റസൂലിനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന്റെ ശിലാഫലകമായി, അടിത്തറയായി, വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമായി നമ്മൾ കാണുന്നത്. നുബുവത്തിന്റെ 12-ാം വർഷം 1ആം അഖബയിൽ സംഗമിച്ച 12 പേർ അവർ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നു. വിശുദ്ധ മതത്തിന്റെ അടിസ്ഥാന ആശയങ്ങളെ അവർ ഉൾക്കൊള്ളുന്നു. അവർ മദീനയിലേക്ക് തിരിച്ചു പോകുമ്പോൾ അഖബയിലെ സാമൂഹ്യ പ്രധാനമായ കരാർ ഏറ്റെടുത്തുകൊണ്ടാണ് പോകുന്നത്. അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കാനുള്ള, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുള്ള ദൃഢമായ ഒരു മനസ്സ്, സാമൂഹിക തിന്മകൾക്കെതിരായ ചില പ്രഖ്യാപനങ്ങളും ചില തീരുമാനങ്ങളും, മോഷണം നടത്തുകയില്ല, വ്യഭിചാരം നടത്തുകയില്ല, പെൺകുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുകയില്ല, വഞ്ചനയുണ്ടാകില്ല തുടങ്ങിയ വളരെ സാമൂഹ്യ പ്രധാനമായ, പ്രത്യേകിച്ച് അന്നത്തെ അറബ് ഗോത്രത്തെയും ജീവിതത്തെയും പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഈ കരാറിനകത്ത് വരുന്നത്. അതേ സംഘത്തോടൊപ്പം തിരിച്ചവർ മദീനയിലേക്ക് പോകുമ്പോൾ മതം പഠിപ്പിക്കാൻ വേണ്ടി, ദീനിന്റെ ജീവിത രീതികളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു മഹാനുഭാവനെ കൂടി അവർ പറഞ്ഞു വിടുന്നുണ്ട്. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതവും തന്റെ പ്രബോധനവുമാണ് മദീനയെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ, അല്ലെങ്കിൽ മദീനത്തുർ റസൂൽ എന്നൊരു ആശയത്തിലേക്ക്, ആ വിശാലമായ ഒരു ആശയ പ്രപഞ്ചത്തിലേക്ക് ഒരു മണ്ണിനെ പരിവർത്തിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമായി മാറുന്നത്. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു സവിശേഷമായ ഒരു സ്വഭാവത്തിന്റെ ഉടമയാണ്. മക്കയിലെ ചെറുപ്പക്കാരനാണ്. ചെറിയ പ്രായത്തിൽ തന്നെ റസൂലുള്ളാഹിയിൽ വിശ്വസിച്ചിട്ടുണ്ട്. മദീന എന്ന് പറയുന്ന വലിയൊരു ദൗത്യത്തിലേക്ക് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ സവിശേഷമായ സ്വഭാവ പ്രകൃതവും വലിയൊരു ദൗത്യത്തിന്, വലിയൊരു ഉത്തരവാദിത്വത്തിന്, മക്കയിൽ ആ കാലഘട്ടങ്ങളിൽ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഒരു പക്ഷേ സ്ഥാനമുള്ള പ്രത്യേകതകളുള്ള വ്യക്തികളുണ്ടായിരുന്നു. പക്ഷെ ദഅവത്തിന്റെ മേഖലയിൽ സവിശേഷമായ ഒരു പ്രകൃതമുള്ളതുകൊണ്ട് മികച്ച സ്വഭാവമുണ്ട്, ശുദ്ധമായ മനസ്സുണ്ട്, പ്രബോധിതരുടെ മനസ്സുകളെ വായിക്കാനുള്ള ശക്തിയുണ്ട്, കഠിനാധ്വാനം ചെയ്യുന്ന പ്രകൃതമുണ്ട്, ഏത് സന്ദർഭത്തിലും ത്യാഗം ചെയ്യാനുള്ള ഒരു എത്ര വലിയ ദൗത്യവും ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സുണ്ട്. അപ്പൊ ഇത്തരം സവിശേഷതകൾ ഉള്ളത് കൊണ്ട് തന്നെ യസ്രിബിൽ വളരെ കുറഞ്ഞ മാസങ്ങൾ പ്രവർത്തിച്ചതോടുകൂടി തങ്ങളുടെ സവിശേഷതകൾ മുഴുവൻ പുറത്തേക്കെടുക്കുകയും ആ പ്രത്യേകമായ സ്വഭാവ വിശേഷണങ്ങളെ കൊണ്ട് ജനങ്ങളിലേക്ക് ആകർഷിക്കുകയും അവരെ വിശുദ്ധ മതത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാനും മുസ്അബ് റളിയല്ലാഹു അൻഹു സാധിക്കുന്നു. മികച്ച അധ്യാപകനായിട്ട് അദ്ദേഹം മാറുന്നു. വളരെ കൃത്യതയോടെയും വ്യക്തതയോടെയും സംസാരിക്കുന്ന പ്രകൃതത്തിലേക്ക് വരുന്നു. മനോഹരമായ ഭാഷ അദ്ദേഹത്തിന്റെ മഹാനവറുകളുടെ ഒരു പ്രത്യേകതയാണ്. വശ്യമായ രീതിയിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള ഒരു രീതി, ഒരു സ്വഭാവം, ഒരു കഴിവ് മുസ്അബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. വളരെ നയതന്ത്രപൂർവം ജനങ്ങളെ സമീപിക്കാൻ, പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദീനയുടെ സവിശേഷമായിട്ടുള്ള ഒരു ഗോത്ര സംവിധാനവും സാമൂഹ്യക്രമവും ഉണ്ട്. ആ സാമൂഹ്യക്രമത്തിൽ ഇടപെട്ടുകൊണ്ട് അവിടെ പരിക്കുകൾ വരാത്ത വിധം ദീനിനെ മനോഹരമായി അവതരിപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള നയതന്ത്ര വൈദഗ്ധ്യവും കൂടി ഉൾക്കൊള്ളുന്ന തരത്തിൽ ആരോടും ദേഷ്യപ്പെടാതെ സന്ദർഭോചിതം ആശയങ്ങൾ അവതരിപ്പിക്കാനുള്ള ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന വ്യക്തിത്വമാണ്, ചെറുപ്പക്കാരനാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. കുറഞ്ഞ മാസങ്ങളെ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് മദീനയിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മദീനത്തുർ റസൂൽ ഒരുങ്ങാനുള്ള നിലമൊരുക്കുക എന്ന് പറയുന്ന, അതിനനുയോജ്യമായ ഭൂമിക സൃഷ്ടിക്കുക എന്ന് പറയുന്ന വലിയൊരു ദൗത്യമാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളായി കടന്നു വന്ന ആളുകൾക്ക് മഹാനവകൾ മതം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രബോധനത്തിന് വേണ്ടിയുള്ള, ദഅവത്തിന് വേണ്ടിയുള്ള സഞ്ചാരങ്ങൾ നടത്തുന്നുണ്ട്. വ്യത്യസ്തമായ വീടുകളിലേക്കും ഗോത്രങ്ങളിലേക്കും താമസ സ്ഥലങ്ങളിലേക്കും പോകുന്നുണ്ട്. കൊച്ചു കൊച്ചു സംഘങ്ങളെ ഉൾപ്പെടുത്തി മുസ്അബ് റളിയല്ലാഹു അൻഹു മദീനയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ വിഭാഗങ്ങളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട്, പ്രത്യേകിച്ച് മദീനയിൽ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട്, ഗോത്രമുഖ്യന്മാരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് മതം പഠിപ്പിച്ചു കൊടുക്കുന്ന, തൗഹീദിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുന്ന ശ്രമങ്ങൾ ഒരിക്കലും അത് എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല. നേരത്തെ പറഞ്ഞ സാമൂഹ്യ ഘടനയിൽ ഇത്തരത്തിലുള്ള സന്ദേശ പ്രചാരണം എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല.
പക്ഷെ ആ ഒരു വലിയ ദൗത്യത്തെയാണ് മനോഹരമായ രൂപത്തിൽ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു നിർവഹിക്കുന്നത്. തനിക്ക് വിജയകരമായ പദങ്ങളിലേക്ക് ഉയർന്നു വരാൻ പറ്റുന്ന ചില വ്യക്തിത്വങ്ങളുടെ കടന്നുവരവ് കൂടി ഉണ്ടായി. പ്രത്യേകിച്ച് അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിന്റെ വിശുദ്ധ ദീനിലേക്കുള്ള കടന്നുവരവ് മിസ്അബ് റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം മദീനയിലെ ഒരു വിപ്ലവത്തിന് അനുയോജ്യമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ എതിർപ്പുകളൊക്കെ തന്ത്രപൂർവ്വം വകഞ്ഞുമാറ്റി വളരെ പ്രമുഖരായ വ്യക്തികളെ തന്നെ, പ്രത്യേകിച്ച് സഅദ് ബിൻ മുആദിനെ പോലെയുള്ള, ഉസൈദ് ബിൻ ഹുദൈറിനെ പോലെയുള്ള മദീനയിലെ പ്രമുഖരായ വ്യക്തികളെ തന്നെ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന് വിശുദ്ധ മതത്തിലേക്ക് ആകർഷിക്കാൻ, അവരെയൊക്കെ മതത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഈ ഗോത്രമുഖ്യന്മാരെ കൂടി മതത്തിന്റെ വഴിയിലേക്ക് കിട്ടിയതോടെ വലിയൊരു മാറ്റം മദീനയിൽ ഉണ്ടാകുകയാണ്. മദീനയിലെ ജനങ്ങൾ മാറി ചിന്തിക്കുകയാണ്. പ്രമുഖരായ വ്യക്തികളാണ് വിശുദ്ധ മതത്തിന്റെ വഴിയിലേക്ക്, വിശ്വാസത്തിന്റെ വഴിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു വർഷം പൂർത്തീകരിക്കുമ്പോഴേക്ക് ഒരു പുതിയ സംഘവുമായി മക്കയിലേക്ക് തിരുദൂതരുടെ സവിധത്തിലേക്ക് കൊണ്ടുപോകാൻ, അവരെയും നയിച്ചു കൊണ്ടുപോകാൻ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന് അവസരമുണ്ടാകുന്നു. രണ്ടാം അഖബയുടെ സന്ദർഭം ഉണ്ടാകുന്നു. നുബുവത്തിന്റെ 13-ാം വർഷത്തിൽ തീർത്ഥാടന സമയമായപ്പോൾ മദീനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് 75 വിശ്വാസികൾ, 73 പുരുഷന്മാരും 2 സ്ത്രീകളും ഉൾക്കൊള്ളുന്ന 75 വിശ്വാസികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് വരുന്നു. നേരത്തെ സംഗമിച്ചതുപോലെ അഖബയിൽ അവർ രാത്രി സംഗമിക്കുന്നു. മറ്റാരും അറിയാതെ നിശബ്ദതയിൽ പാത്തും പതുങ്ങിയും അവർ അഖബയിൽ എത്തുകയും അവിടെ അവർ സംഗമിക്കുകയും പുതിയ കരാറിലേക്ക്, രണ്ടാം അഖബയിലേക്ക്, ഉടമ്പടിയിലേക്ക് അവർ എത്തുകയും ചെയ്യുന്നു. ഈ രണ്ടാം ഉടമ്പടിയോടുകൂടിയാണ് പലായനത്തിന് വേണ്ടിയുള്ള വിശ്വാസികൾക്ക് മദീനയിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന സന്ദർഭങ്ങൾ, അതിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരു സംഘം അനുചരന്മാരും മക്കയിലെ ഈ പീഡന പർവ്വത്തിനിടയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു ചെല്ലാൻ വഴിയൊരുങ്ങുകയും ആ മദീനയിലേക്കുള്ള പ്രവേശം വലിയൊരു മാറ്റത്തിന് നാന്തി കുറിക്കുകയും ചെയ്യുന്നു. ചെറു സംഘങ്ങളായി റസൂലുള്ളാഹിയുടെ അനുയായികൾ ചെറു സംഘങ്ങളായി പലായനം ചെയ്തു. മദീനയിലേക്ക് അവർ പുറപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അലി റളിയല്ലാഹു അൻഹുവിനെ പോലെ കുറഞ്ഞ സ്വഹാബത്തും മാത്രം മക്കയിൽ അവശേഷിക്കുന്നു. ബാക്കി പലരും ചെറു സംഘങ്ങളായി മദീനയിലേക്ക് പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മദീനയിലേക്ക് പുറപ്പെടുന്നു. മദീനയിലെത്തുമ്പോൾ ജനങ്ങൾ ആവേശപൂർവ്വം റസൂലിനെ കാത്തിരിക്കുകയാണ്. ഒരു പുതിയ നാഗരികതയുടെ ഉദയം ഉണ്ടാകുന്നതിൻ്റെ ഒരു ഘട്ടമെന്നോണം ജനങ്ങൾ മുഴുവൻ ആവേശഭരിതരായി റസൂലിന്റെ വരവിനു വേണ്ടി കാത്തിരിക്കുന്ന മനോഹരമായ ദൃശ്യം ഹിജ്റയിൽ കാണാൻ സാധിക്കും. കുന്നിൻ ചെരുവിലൂടെ പ്രത്യക്ഷപ്പെടുന്ന ഒരു യാത്രക്കാർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആബാലവൃദ്ധം ജനങ്ങളുടെ കാഴ്ച മദീനയിൽ നിന്ന് നമ്മൾ കാണുന്നു. റസൂലിന്റെയും സിദ്ദീഖിന്റെയും അടയാളം കാണുമ്പോഴേക്ക് യാ മുഹമ്മദ്, യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് മദീനയിലെ ജനങ്ങൾ ഹർഷപുളകിതരായി, സന്തോഷവാന്മാരായി വളരെ വലിയ വികാരപ്രകടനങ്ങൾ നടത്തുന്നത് റസൂലുള്ളാഹിയുടെ മദീനാ പ്രവേശത്തിന്റെ ഘട്ടത്തിൽ നമ്മൾ കാണുന്നു. ത്വലഅൽ ബദ്റു പാടിക്കൊണ്ട് ഞങ്ങളിലേക്ക് പൂർണ്ണചന്ദ്രൻ ഇതാ ആഗതമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തിന്റെ പട്ടുപാടി സ്വീകരിക്കുന്ന ഒരു ജനതയെ, മദീന ഒരുമിച്ച് ചേർന്ന് സ്വീകരിക്കുന്നതിൻ്റെ ഒരു സന്ദർഭത്തെ, മദീന അത്രത്തോളം സന്തോഷിച്ച മറ്റൊരു ചരിത്ര സന്ദർഭം ഉണ്ടായിട്ടില്ല എന്ന് മദീനക്കാർ ചരിത്രമെഴുതിയൊരു സന്ദർഭം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ മദീനയിൽ പ്രവേശിക്കുന്നു. ആ മദീന പ്രവേശത്തോടുകൂടി ചരിത്രത്തിന്റെ ഗതി മാറിയൊഴുകുകയാണ്. പള്ളികൾ സ്ഥാപിക്കുന്നു, മസ്ജിദുൽ ഖുബ സ്ഥാപിക്കുന്നു, പിന്നീട് മസ്ജിദുൽ നബവി സ്ഥാപിക്കുന്നു. ഈ മസ്ജിദുൽ നബവിയും മസ്ജിദുൽ ഖുബയും മസ്ജിദുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വിപ്ലവത്തിന്റെ തുടക്കമുണ്ടാകുന്നു, ഒരു സാമൂഹിക നിർമ്മിതി ഉണ്ടാകുന്നു, പുതിയ രാഷ്ട്രീയ ക്രമങ്ങൾ രൂപപ്പെട്ടു വരുന്നു. അങ്ങനെ യസ്രിബിൽ നിന്ന് മദീനത്തുർ റസൂലിലേക്കുള്ള പരിവർത്തനത്തിന്റെ വലിയൊരു ഘട്ടമുണ്ടാകുന്നു. ഒരു സമൂഹ നിർമ്മിതിയുടെ ആദ്യപടി എന്നോണം രാഷ്ട്രീയ ഭദ്രത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. വലിയ സാമൂഹ്യ പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടതുണ്ട്. തദ്ദേശീയമായ സവിശേഷതയെ ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള മാറ്റങ്ങളുടെ ആദ്യപടി എന്നോണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസികൾക്കിടയിലുള്ള വലിയ ഇടപെടലുകൾ നടത്തുന്നു. മദീനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള വലിയൊരു സാമൂഹ്യ വിഷയം എന്ന് പറയുന്നത് അഭയം തേടിയെത്തിയ
വലിയൊരു സംഘം മദീനയിലുണ്ട്. തദ്ദേശീയരായ ആളുകളിൽ ഈ അഭയം തേടിയെത്തിയവരെ സഹായിക്കാൻ സന്നദ്ധമായ ഒരു വിഭാഗവുമുണ്ട്. ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിലുള്ള പരസ്പരമായ യോജിപ്പ്, ആ യോജിപ്പിന്റെ വഴിയിലേക്ക് എത്തുക എന്ന് പറയുന്ന വലിയൊരു കർമ്മമാണ്, വലിയൊരു സാമൂഹ്യ ദൗത്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യഘട്ടത്തിൽ നിർവഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതത്ര ലളിതമായ ഒരു കാര്യമല്ല. പുതിയ കാലത്തെ അഭയാർത്ഥി പ്രവാഹങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. പുതിയ ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് അഭയാർത്ഥികളുടെ പ്രവാഹമാണ്. അഭയാർത്ഥികൾക്ക് മുന്നിൽ വേലി കെട്ടിത്തിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അഭയാർത്ഥികളുടെ വരവിനെ ഭയത്തോടു കൂടി കാണുന്ന ഒരു ജനവിഭാഗത്തെയും ഭരണകൂടങ്ങളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഭയാർത്ഥികളുടെ വരവുകളെ പ്രതിരോധിക്കാൻ വേണ്ടി മതിലുകൾ കെട്ടി വേർതിരിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഒരുപക്ഷെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് അഭയാർത്ഥി പ്രവാഹം എന്ന് നമുക്ക് വിളിക്കാം. വ്യത്യസ്തമായ കാരണങ്ങളെ കൊണ്ട് സ്വന്തം നാട് ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്ന, മറ്റിടങ്ങളിൽ താമസിക്കാൻ ഇടം തേടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ സഞ്ചാരങ്ങൾ, യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ചരിത്രത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ ഇത് കാണുന്നു. അതതിന്റെ ഏറ്റവും ഭീഷണമായ രൂപത്തിലും ഏറ്റവും ഭീകരമായ രൂപത്തിലും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യത്വരഹിതമായ അഭയാർത്ഥി വിരുദ്ധ മനസ്സുകൾ ലോകത്ത് പലയിടത്തും രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ അഭയാർത്ഥി പ്രശ്നം എന്ന് പറയുന്നത് ലളിതമായൊരു കാര്യമല്ല. പക്ഷേ ഈ ഒരു പ്രശ്നത്തെ, ഈ ഒരു സാമൂഹ്യ പ്രശ്നത്തെ എത്ര മനോഹരമായ രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് പരിശോധിച്ചു നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആഹാത്ത് എന്ന് പറയുന്ന, സാഹോദര്യ ബന്ധം എന്ന് പറയുന്ന ഒരു വലിയ കർത്തവ്യത്തിലേക്ക്, വലിയൊരു ഘട്ടത്തിലേക്ക് മദീനയെ കൊണ്ടുപോകുന്നു. ഓരോ വീടുകളും ഓരോ അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന വിധത്തിലേക്ക് മദീനയുടെ മനസ്സ് പരിവർത്തിക്കപ്പെടുന്നു. ഇഷ്ടത്തോടെ, താല്പര്യത്തോടെ, വെറുതെ അഭയാർത്ഥികൾ സ്വീകരിക്കുകയല്ല, ഏതെങ്കിലും തരത്തിലുള്ള ലാഭം തേടിക്കൊണ്ടോ എന്തെങ്കിലും ഭൗതികമായ താല്പര്യത്തോടെയോ അല്ല. തങ്ങളുടെ സഹോദരന്മാർ എന്നർത്ഥത്തിൽ വിശ്വാസത്തിന്റെ പേരിലുള്ള സാഹോദര്യ ബന്ധത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയുമാണ് ഈ അഭയാർത്ഥികളെ മദീന സ്വീകരിക്കുന്നത്. ഭൗതികമായ താല്പര്യങ്ങളില്ല, എവിടെയെങ്കിലും ലാഭം നേടിയെടുക്കാൻ പറ്റും എന്നൊരു ചിന്തയോടുകൂടിയല്ല. വിശുദ്ധ ഖുർആൻ തന്നെ ഈ സ്വീകരണത്തെ വളരെ വളരെ മനോഹരമായ രൂപത്തിൽ അവതരിപ്പിക്കുന്നുണ്ടല്ലോ. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തുൻ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരു ഈ അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന, ഹിജറ വന്ന് പലായനം ചെയ്തെത്തിയവരെ സ്വീകരിക്കുന്ന മദീനയുടെ മനസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ചരിത്രം എമ്പാടും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും അഭയാർത്ഥികളെ സ്വീകരിക്കുക. എന്റെ വീട്ടിലേക്ക് വരൂ, എന്റെ വീട്ടിലേക്ക് വരൂ എന്ന് പറയുന്ന ഒരു ജനതയുടെ മനസ്സ് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഓടിയെത്തുന്നവർക്ക് മുന്നിൽ വാതിലുകൾ അടക്കുന്ന, പടിയടക്കുന്ന, മതിലുകൾ കെട്ടുന്ന, വേലി കെട്ടുന്ന പുതിയ ലോകത്തിൽ നമ്മൾ ഇത് ആലോചിക്കണം. അഭയാർത്ഥികളോട് എന്റെ വീട്ടിലേക്ക് കടന്നു വരൂ. വിഭവ കമ്മിയെക്കുറിച്ച് അവിടെ പരാതിയില്ല. എന്റേത് മറ്റുള്ളവർക്ക് കൂടി നൽകേണ്ടി വരുമല്ലോ എന്ന ചിന്ത അവർക്കില്ല. സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും ഹിജ്റ വന്നിട്ടുള്ള മുഹാജിറുകളായ ആളുകളെ സ്വീകരിക്കുന്നു. അൻസ്വാരികൾ എന്ന് പറയുന്ന സ്നേഹത്തോടുകൂടി സഹായം ചെയ്തിട്ടുള്ള ഒരു വിഭാഗം അവിടെ രൂപപ്പെട്ടു വരുന്നു. യഥാർത്ഥത്തിൽ ഇത്തരം സന്ദർഭത്തിൽ ഭൗതിക നേട്ടങ്ങളില്ല, അവർ ആഗ്രഹിച്ചില്ല എന്ന് മാത്രമല്ല, സാമ്പത്തിക രംഗത്ത് അവർക്കൊരു പക്ഷേ നഷ്ടമായിരിക്കാം ഉണ്ടാകുന്നത്. അങ്ങനെ നഷ്ടത്തെക്കുറിച്ചോ ലാഭത്തെക്കുറിച്ചോ അവർ ആലോചിച്ചില്ല എന്നതാണ് ഈ സാഹോദര്യ ബന്ധത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പലപ്പോഴും മുഹാജിറുകളായി വന്ന ആളുകൾ, അവരിൽ ദരിദ്രന്മാരുണ്ട്, സമ്പന്നന്മാരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവർ ഇപ്പോൾ വന്നിട്ടുള്ളത് വെറും കൈയോടെയാണ്. സാമ്പത്തികമായ ശക്തി ഉണ്ടായിരുന്നവർ പോലും ആ സമ്പത്ത് മക്കയിൽ ഉപേക്ഷിച്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ദരിദ്രമായി വന്നിട്ടുള്ള, വെറും കൈയോടെ വന്നിട്ടുള്ള ഒരു ജനവിഭാഗത്തെയാണ് ഹൃദയത്തോട് ചേർത്തുകൊണ്ട് അവർ സ്വീകരിക്കുന്നത്. അങ്ങനെ അനാഥത്വത്തിൽ നിന്ന് നിർഭയത്വത്തിലേക്ക് കടന്നു വരുന്ന ഒരു സന്ദർഭം. ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു പുനരധിവാസം. ഒറ്റപ്പെടലിന്റെ പ്രശ്നങ്ങളില്ല, വിവേചനങ്ങളില്ല. ഒരു അഭയാർത്ഥി ക്യാമ്പ് പോലും തുറക്കേണ്ടി വന്നിട്ടില്ല. ഓരോ വീടും ഓരോ കുടുംബത്തെ ഏറ്റെടുത്തുകൊണ്ടുള്ള മനോഹരമായ പുനരധിവാസത്തിന്റെ ചിത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തുർ റസൂലിന്റെ ആദ്യഘട്ടത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്നത്. വലിയ രാഷ്ട്രീയ മുന്നേറ്റമാണിത്. വലിയ സാമൂഹ്യ പ്രശ്ന പരിഹാരമാണ് അവിടെ സംഭവിക്കുന്നത്. തുല്യതയില്ലാത്ത പങ്കുവെപ്പാണ് ഈ വിശ്വാസികൾക്കിടയിൽ ഉണ്ടാകുന്നത്. അവരെല്ലാം പങ്കുവെക്കുന്നു. വസ്ത്രവും പാർപ്പിടവും കൃഷിയിടവും വാഹനങ്ങളും എല്ലാം പങ്കുവെക്കുന്നു. സ്വന്തം വീടിനെ രണ്ടു ഭാഗമാക്കി മാറ്റുന്നു.
2 നിലകളുള്ള വീടുകളിൽ ഒരു നില അഭയാർത്ഥികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ തന്റെ സഹോദരന് വേണ്ടി, ഇനി അഭയാർത്ഥി എന്ന് വിളിക്കേണ്ടതില്ല, തന്റെ സഹോദരന് വേണ്ടി മാറ്റിവെക്കുന്നു. ചെറിയ വീടാണെങ്കിലും ആ വീടിന്റെ ഒരു ഭാഗം തന്റെ കൂട്ടുകാരനായി വന്ന ആളുകൾക്ക് വേണ്ടി അവർ മാറ്റിവെക്കുന്നു. ഒന്നിലധികം ഇണകളുള്ളവർ സവിശേഷമായ ഒരു സാമൂഹ്യ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ഒരു ഭാര്യയെ ഇഷ്ടപ്രകാരം തൊലാഖ് ചൊല്ലി അവിടെയുള്ള മക്കയിൽ നിന്ന് വന്നിട്ടുള്ള മുഹാജിറിന് വിവാഹം ചെയ്തു കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു. എത്ര മനോഹരമാണ് ഈ മുആഹാത്ത്, സാഹോദര്യ ബന്ധം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 പേരെ വിളിച്ച് നീ ഇന്ന വ്യക്തിയുടെ സഹോദരനാണ്, നീ ഇന്ന വ്യക്തിയുടെ സഹോദരനാണ്, ഇങ്ങനെ യോജിപ്പിച്ചു കൊടുക്കുകയാണ്. വീടുകൾക്ക് താമസം മാറ്റാനുള്ള അവസരം കൊടുക്കുന്നതെന്ന് മാത്രമല്ല, ഒരു സഹോദരനെ വിളിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് മദീനയിലെ ഖാരിജത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ചിട്ട് പറയുന്നത് നിങ്ങൾ 2 പേരും കൂട്ടുകാരാണ്, നിങ്ങൾ 2 പേരും സഹോദരന്മാരാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ഉത്ബത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെയും 2 പേരെയും വിളിച്ച് ഇനി മുതൽ നിങ്ങൾ ഉത്ബത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബിന്റെ സഹോദരനാണ്. ഇങ്ങനെ വ്യക്തമായ ഒരു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ ഉണ്ടായിരുന്ന സാമ്പത്തികമായി ഉയർന്നു നിന്ന സഅദ് ബിൻ റബിയ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് നിങ്ങൾ 2 പേരും കൂട്ടുകാരാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു നമുക്കറിയാം മക്കയിലെ വർത്തക പ്രമാണിയാണ്, സാമ്പത്തികമായി ഉയർന്നു നിന്ന വ്യക്തിയാണ്. മദീനയിൽ ഈ സമാനമായ സ്വഭാവം ഉണ്ടായിരുന്ന വ്യക്തിയാണ് സഅദ് ബിൻ റബിയ റളിയല്ലാഹു അൻഹു. ഈ 2 പേരെയാണ് കൂട്ടുകാരാക്കി മാറ്റുന്നത്. ഇങ്ങനെ ഈ സഹോദരന് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ സഹോദരന് കൈമാറാനുള്ളൊരു മനസ്സിലേക്ക്, പകുത്തു കൊടുക്കാനുള്ളൊരു മനസ്സിലേക്ക് മദീന മാറുന്നു എന്നത് ചരിത്രത്തിലെ സവിശേഷമായൊരു ഘട്ടമാണ്. ഇത്തരത്തിലുള്ള മാനവ ചരിത്രത്തിലെ ഏറ്റവും സുന്ദരമായ സാഹോദര്യ ബന്ധത്തിലൂടെയാണ് ഒരു സാമൂഹ്യ പ്രശ്നത്തെ പരിഹരിക്കുന്നത്, ഒരു രാഷ്ട്രീയമായ ഒരു അഭ്യുന്നതിയിലേക്ക്, വളർച്ചയിലേക്കുള്ള ആദ്യ പടി രൂപപ്പെട്ടു വരുന്നത്. മദീനയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഷയങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. ഈ സാഹോദര്യ ബന്ധത്തിലൂടെ വലിയ മാറ്റം മദീനയുടെ സാമൂഹ്യ ക്രമത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിച്ചു. അനുബന്ധമായി നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, കെട്ടുറപ്പുള്ള ഒരു രാഷ്ട്രീയ സംവിധാനത്തെ കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമായി മദീനയുടെ സവിശേഷമായ വൈവിധ്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ഭരണഘടനയിലേക്കുള്ള പ്രവേശമാണ്. വ്യവസ്ഥാപിതമായ ഒരു ലിഖിത ഭരണഘടന മദീനയിൽ രൂപപ്പെട്ടു വരുന്നു. സ്വഹീഫത്തുൽ മദീന എന്ന് വിളിക്കാവുന്ന വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഭരണഘടന 52 ഖണ്ഡങ്ങളുള്ള വളരെ കൃത്യതയാർന്ന അവിടെയുള്ള മുഴുവൻ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഭരണഘടനയാണ്, അല്ലെങ്കിൽ ഒരു ലിഖിതമായ നിയമാവലിയാണ് സ്വഹീഫത്തുൽ മദീന എന്ന് പറയുന്നത്. ഒരു രാഷ്ട്ര നിർമ്മാണത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിത്തറ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. മദീനയിൽ രൂപപ്പെട്ടു വരുന്ന നഗര രാഷ്ട്രത്തിന്റെ വളരെ ലിഖിതമായിട്ടുള്ള പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗം. സ്വഹീഫത്തുൽ മദീന രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച മദീനയുടെ വൈവിധ്യങ്ങളെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് അത് രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഏകശിലാത്മകമായ ഒരു രീതിയിലേക്കല്ല, പകരം മദീനയുടെ വൈവിധ്യങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. നേരത്തെ പറഞ്ഞുവല്ലോ, അവിടെ ഗോത്രപരമായ വ്യത്യാസങ്ങളുണ്ട്, മതപരമായ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന വിധത്തിൽ തൊഴിലിടങ്ങളിൽ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസങ്ങളെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് സ്വഹീഫത്തുൽ മദീന രൂപപ്പെട്ടു വരുന്നത്. വിശുദ്ധ മതമെത്തുമ്പോൾ 5 ജനവിഭാഗങ്ങളെ മതപരമായ, വിശ്വാസപരമായി നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. പൗരാണികമായ അറബ് ഗോത്രങ്ങള്, അവർക്ക് അവരുടേതായ വിശ്വാസമുണ്ട്. ജൂതന്മാരുണ്ടെന്ന് നേരത്തെ പറഞ്ഞു. ക്രൈസ്തവ മതവിശ്വാസികളുണ്ട്, സ്വരാഷ്ട്രീയന്മാരുണ്ട്, മജൂസികളുണ്ട്, ഇപ്പോൾ വിശുദ്ധ ഇസ്ലാം മതവിശ്വാസികളുമുണ്ട്. ഈ വിഭാഗങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന വിധത്തിൽ, അവരെല്ലാം പരാമർശിക്കുന്ന വിധത്തിൽ, പ്രത്യേകിച്ച് അതിൽ ഓരോ ഗോത്രങ്ങളെയും പരാമർശിക്കുന്ന വിധത്തിലാണ് സ്വഹീഫത്തുൽ മദീന രൂപപ്പെടുത്തിയെടുക്കുന്നത്. അൻസ്വാറുകളും മുഹാജിറുകൾക്കിടയിലുള്ള പെരുമാറ്റച്ചട്ടം സ്വഹീഫത്തുൽ മദീനയുടെ ഒരു ഭാഗമായി മാറും. വ്യത്യസ്തമായ ജൂതഗോത്രങ്ങളെ പരാമർശിച്ചുകൊണ്ട്, ആ ജൂതഗോത്രങ്ങളുടെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ട് തന്നെ അവരുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചും സ്വഹീഫത്തുൽ മദീന പരാമർശിക്കുന്നുണ്ട്. ഓരോ ഗോത്രങ്ങളെയും പേരെടുത്ത് പറയുന്നു എന്നത് ഒരു പ്രത്യേകതയാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകമായ സ്ഥിതിവിശേഷത്തെ, സാമൂഹ്യ വിശേഷത്തെ, അതിലെ വൈജാത്യങ്ങളെ, അതിലെ വൈവിധ്യങ്ങളെ, അതിന്റെ ബഹുസ്വരതയെ അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് സ്വഹീഫത്തുൽ മദീന രൂപപ്പെട്ടു വന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ്. ആ വിഭാഗങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളുന്നു, അവരുടെ പേരുകളെ പരാമർശിക്കുന്നു, അവരുടെ അവകാശങ്ങളെ കുറിച്ച് പറയുന്നു.
മതപരമായ സ്വാതന്ത്ര്യത്തെ അനുവദിച്ചു നൽകുന്നു. ഒരിക്കലും വിശുദ്ധ ദീൻ അടിച്ചേൽപ്പിച്ചതല്ല. മദീനയുടെ പേരിൽ ഇസ്ലാമിന്റെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം മദീനയാണല്ലോ. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സാമൂഹിക നിർമ്മിതിയുടെ ചരിത്രം മാത്രം പരിശോധിച്ചാൽ എവിടെയും മതം അടിച്ചേൽപ്പിക്കുന്ന രീതി, നിർബന്ധിക്കുന്ന രീതി ഉണ്ടായിട്ടില്ല. സ്വഹീഫത്തുൽ മദീന അതിന്റെ ഏറ്റവും പ്രകടമായ തെളിവാണ്. സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നു. ഓരോ സമുദായങ്ങൾക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അതുപോലെ തന്നെ സാമുദായികമായ സൗഹാർദ്ദത്തെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സാമൂഹ്യ മാറ്റങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് ഏകപക്ഷീയമായ ഒരു പ്രഖ്യാപനത്തിലൂടെയല്ല. ഘട്ടം ഘട്ടമായി പ്രബോധിതരെ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തി ഒരു രാഷ്ട്രത്തിലെ ജനങ്ങൾക്കിടയിൽ കൃത്യമായ ബോധമുണ്ടാക്കിയെടുത്ത് അവരിലൂടെ ഉണ്ടാകുന്ന ജനകീയമായ ഒരു പരിവർത്തനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമൂഹിക നിർമ്മിതിയിൽ നമ്മൾ കാണുന്നത്. ഘട്ടം ഘട്ടമായിട്ടുള്ള മാറ്റങ്ങൾ. നമ്മുടെ ഗോത്ര താല്പര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഗോത്ര താല്പര്യങ്ങളുടെ അർത്ഥശൂന്യതയെ പതുക്കെ പതുക്കെ ബോധ്യപ്പെടുത്തുക എന്ന ഒരു തലത്തിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാഷ്ട്രീയ പ്രക്രിയയിൽ നമ്മൾ കാണുന്നത്. ഗോത്രത്തെ ഒറ്റയടിക്ക് നിരാകരിക്കുന്ന രീതിയല്ല, പകരം അവരുടെ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു, ഗോത്ര താല്പര്യങ്ങളെ നിലനിർത്താൻ അവസരം കൊടുക്കുന്നു. പക്ഷേ ഗോത്രങ്ങൾ തമ്മിലുള്ള വൈരത്തെ, അവർ തമ്മിലുള്ള സംഘർഷത്തെ, അവർ തമ്മിലുള്ള യുദ്ധത്തെ അതില്ലായ്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ആദ്യം ഒരുക്കുകയും പതുക്കെ പതുക്കെ അവർ ഈ ഗോത്രങ്ങളുടെ പേരിലുള്ള വൈരത്തിന്റെ അർത്ഥശൂന്യതയെ ബോധ്യപ്പെടുകയും അവർക്കിടയിലുള്ള ബന്ധുത്വത്തിന് ഒരു പുതിയ മാനം കൈവരികയും ചെയ്യുന്നു എന്നതാണ് മദീനയിൽ നമ്മൾ കാണുന്നത്. വിശ്വാസികൾക്കിടയിലാകട്ടെ അല്ലാത്ത ആളുകൾക്കിടയിലാകട്ടെ അവരുടേതായ ഗോത്ര താല്പര്യങ്ങൾ ഒരു വശത്തുണ്ടാകുമ്പോൾ പോലും ആ ഗോത്ര താല്പര്യങ്ങളും വിശ്വാസ താല്പര്യങ്ങളും തമ്മിൽ സംഘർഷങ്ങളില്ലാത്ത വിധത്തിലുള്ള ഒരു സവിശേഷമായ ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കുന്നു. ഒരുപക്ഷെ രക്തബന്ധുത്വത്തിൽ നിന്ന് ആദർശബന്ധുത്വത്തിലേക്കുള്ള ഒരു പരിവർത്തനം. രക്തബന്ധത്തെക്കാൾ പ്രധാനം ആദർശബന്ധമാണ് എന്ന തിരിച്ചറിവ്. അങ്ങനെ വലിയൊരു മാറ്റത്തിന്റെ ബന്ധുത്വത്തിന്റെ അർത്ഥത്തെ അതിനൊരു പുതിയ അർത്ഥ തലങ്ങളിലേക്ക് വികസിപ്പിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഘട്ടം രൂപപ്പെട്ടു വരുന്നതോടുകൂടി ഈ ഗോത്ര താല്പര്യങ്ങളുടെ പേരിലുള്ള അഭിജാത്യ ബോധവും അത്തരത്തിലുള്ള താല്പര്യവും അർത്ഥരഹിതമായി മാറുകയും ഒരു പുതിയ സാമൂഹ്യ വ്യവസ്ഥിതി രൂപപ്പെട്ടു വരികയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള വലിയ മാനസിക വിപ്ലവത്തിലേക്കാണ്, അതെല്ലായിടത്തും കാണാൻ പറ്റും. മദ്യം നിരോധനം അതിന്റെ വലിയൊരു ഉദാഹരണമായിട്ട് എപ്പോഴും പറയാറുണ്ടല്ലോ. മദ്യം നിരോധിക്കുന്നത് ഒറ്റയടിക്കല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദ്യത്തിൽ ആസക്തരായിരുന്ന ഒരു ജനവിഭാഗത്തിന്റെ പരിവർത്തനത്തിന് ഒറ്റയടിക്ക് നടത്തുന്ന പ്രഖ്യാപനത്തിന് പകരം അതിന്റെ അർത്ഥശൂന്യതയെ, അതിന്റെ അപകടത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിലൂടെ സ്വയം അവർ മാറിയെടുക്കുന്ന ഒരു ഘട്ടം വരികയും അപ്പോൾ നടത്തുന്ന പ്രഖ്യാപനവും എന്നതാണ്. ഇങ്ങനെ ഈ സാമൂഹ്യ മാറ്റത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ ഒരു രാഷ്ട്ര നിർമ്മിതിയുടെ അടിത്തറയായി മാറുന്ന ഓരോ കാര്യങ്ങളെയും കാണുന്നത് അതിന്റെ പ്രായോഗിക തലത്തിലാണ്. അങ്ങനെയുള്ളൊരു സാമൂഹ്യ ബോധവും രാഷ്ട്രീയ ബോധവും വളർത്തിയെടുക്കുന്നു എന്നത് മദീനയുടെ വലിയൊരു പ്രത്യേകതയായി സവിശേഷതയായി നമുക്ക് കാണാൻ പറ്റും. ആ രാഷ്ട്ര നിർമ്മാണത്തിന്റെ വലിയൊരു ഘട്ടം എന്ന് പറയുന്നത് എന്റെ സാമ്പത്തിക ഭദ്രതയാണ്. ചൂഷണത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതക്രമം നടത്തിപ്പോന്നിരുന്ന അറബ് ജനതയെ, പ്രത്യേകിച്ച് എസിരിപര ജനവിഭാഗങ്ങളെ മദീനത്തുർ റസൂൽ രൂപപ്പെട്ടു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ സാമ്പത്തിക രംഗത്ത് വലിയ പരിവർത്തനം ഉണ്ടാകുന്നു. അധ്വാന കേന്ദ്രിതമായ ഒരു ജീവിതത്തിലേക്ക് അവരെ വികസിപ്പിച്ചു കൊണ്ടുവരുന്നു. അധ്വാന കേന്ദ്രിതമായിട്ടുള്ള ഒരു വികാസം അതെല്ലായിടത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊഴിലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു, കൈകൊണ്ടുള്ള അധ്വാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു, കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു. ഇത്തരം കാര്യങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് അധ്വാന കേന്ദ്രിതവും പാരസ്പര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള, പരസ്പര സഹായത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള, പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സാമ്പത്തിക ബന്ധങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്നു. മുഹാജിറുകളും അൻസ്വാറുകളും തമ്മിലുള്ള ബന്ധത്തിൽ ഞാൻ സൂചിപ്പിച്ചു, അവർക്കിടയിലുള്ള മുആഖാത്തിൽ എല്ലാം പകുത്തു കൊടുക്കാൻ അൻസ്വാരികൾ തയ്യാറായി. പക്ഷെ ആ പകുത്തു ലഭിച്ച ഒന്നിലെ അതിനെ ആസ്വദിച്ച് ജീവിക്കുകയല്ല മുഹാജിറുകൾ ചെയ്യുന്നത്. അവർ അവരുടെ അധ്വാനത്തിന്റെ ഭാഗം വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നു. കൃഷിഭൂമിയിൽ അവസരം കിട്ടിയിട്ടുള്ള ആളുകൾ കാർഷിക രംഗത്തേക്ക് കടന്നു വരുന്നു. ഒരുപക്ഷെ മക്കയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാർഷിക വൃത്തി എന്ന് പറയുന്നത് അത്ര പരിചിതമായ കാര്യമല്ല. രണ്ടിടത്തെയും ഭൂപ്രകൃതിയിൽ വ്യത്യാസമുണ്ടല്ലോ. മക്ക കൃഷിക്ക് അനുയോജ്യമായ ഒരു പ്രദേശമല്ല, മദീന എന്നാൽ കൃഷിക്ക് അനുയോജ്യമായ പ്രദേശമാണ്. മദീനയിലെ ജനങ്ങൾക്ക് കാർഷിക രംഗത്ത് നല്ല പരിചയമുണ്ട്, മക്കയിലെ ജനങ്ങൾക്ക് അങ്ങനെയുള്ള പരിചയമില്ല. പക്ഷെ അവർക്ക് മദീനയിൽ കൃഷിഭൂമി ലഭിച്ചിട്ടുള്ള ആളുകൾ അവരുടേതായ അധ്വാനം, അല്ലെങ്കിൽ ഒരു അൻസ്വാരിയുടെ കൃഷിഭൂമിയിൽ അവർക്ക് പറ്റുന്ന വിധത്തിൽ കാർഷിക പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു.
ഇനി കച്ചവട മേഖലയിലേക്ക് വരാൻ പറ്റുന്ന ആളുകൾ അതിന്റെ വഴി സ്വീകരിക്കുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു, നേരത്തെ സൂചിപ്പിച്ചു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിന് സഹോദരനായി ലഭിച്ചിരുന്നത് സഅദ് ബിൻ റബിയ റളിയല്ലാഹുവിനെയാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിനോട് സഅദ് റളിയല്ലാഹു പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും സഹോദരന്മാരായ റസൂലുള്ളാഹി പ്രഖ്യാപിച്ചുവല്ലോ, അതുകൊണ്ട് ഞാൻ എന്റേതെല്ലാം പകുത്തു തരാൻ തയ്യാറാണ്. ഞാൻ ഈ മദീനയിലെ സമ്പന്നനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എനിക്ക് മനോഹരമായ 2 തോട്ടങ്ങളുണ്ട്. ആ തോട്ടങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള തോട്ടം എടുക്കാം എന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിനോട് പറയുന്നു. നിങ്ങൾക്കത് ഉപയോഗിക്കാം, നിങ്ങളുടേതാണിത്. എനിക്ക് 2 ഭാര്യമാരുണ്ട്. നിങ്ങൾക്കതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് സ്ത്രീയെ നിങ്ങൾക്ക് സ്വീകരിക്കാം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിന്റെ പ്രതികരണം, സന്തോഷമുണ്ട് സഹോദര, നിങ്ങളുടെ പ്രഖ്യാപനത്തിൽ, നിങ്ങളുടെ ആ സ്നേഹത്തിൽ സന്തോഷമുണ്ട്. അങ്ങയുടെ കുടുംബത്തിലും അങ്ങയുടെ സമ്പാദ്യത്തിലും അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. പക്ഷെ തൽക്കാലം ഞാൻ അത് രണ്ടും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എനിക്ക് ഇവിടെയുള്ള തെരുവിലേക്ക്, ഇവിടെയുള്ള സൂക്കിലേക്ക്, അങ്ങാടിയിലേക്കുള്ള വഴി പറഞ്ഞു തരൂ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിന്റെ കയ്യിലുണ്ടായിരുന്ന കുറഞ്ഞ സമ്പാദ്യം അത് മൂലധനമായി സ്വീകരിച്ചുകൊണ്ട് ആ സൂക്കിൽ ചെന്ന് കച്ചവടം നടത്തുന്നു. അങ്ങനെ കച്ചവടത്തിലൂടെ തനിക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കച്ചവടമാണ്. ആ കച്ചവടത്തിലൂടെ മദീനയുടെ സൂക്കിൽ നിന്ന് കച്ചവടത്തിലൂടെ സ്വയം വികസിച്ചു വരുന്നു. കുറെ ദിവസം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു ഇരിക്കുന്നുണ്ട്, സുഗന്ധം പൂശിയിട്ട്. ആ സുഗന്ധം പൂശി ഇരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി ചോദിച്ചു, വിവാഹം കഴിച്ചു അല്ലേ? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു മറുപടി പറഞ്ഞു, അതെ റസൂലേ, വിവാഹം കഴിച്ചു. എങ്ങനെയാ വിവാഹം കഴിച്ചത്? തനിക്ക് ഈ കച്ചവട പ്രവൃത്തിയിലൂടെ, മദീനയിലെ സൂക്കിലെ കച്ചവടത്തിലൂടെ ലഭിച്ചിട്ടുള്ള സമ്പാദ്യം, ആ ലാഭത്തിൽ നിന്ന് മഹർ കൊടുക്കാവുന്നിടത്തോളം പണം എത്തിയപ്പോൾ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യത്തിലൂടെ അതിലെ മഹർ ഉപയോഗിച്ചുകൊണ്ട് മദീനയിൽ നിന്ന് വിവാഹം ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിനെ അറുത്ത് സൽക്കാരം നടത്താൻ നിർദ്ദേശിക്കുന്നത് ചരിത്രത്തിലമ്പാടും നമ്മൾ വായിച്ചുള്ള കാര്യമാണ്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് സാമ്പത്തിക രംഗത്ത് സ്വയം പര്യാപ്തതയുടെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. എങ്ങനെയാണ് സ്വയം പര്യാപ്തമായി വളരേണ്ടത്, വികസിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരു ജീവിതക്രമത്തെ സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ മുഹാജിറുകളും അൻസാറുകളും എല്ലാം ചേർന്ന് മദീനയിൽ വികസിപ്പിച്ചു കൊണ്ടിരുന്നു. കച്ചവടം ചെയ്യാൻ പറ്റുന്ന ആളുകൾ ആ വഴിയിലൂടെ, കാർഷിക രംഗത്താണെങ്കിൽ അങ്ങനെ, മറ്റേത് മേഖലയിലാണോ അവർക്ക് താല്പര്യമുള്ളത്, അവർക്ക് അഭിരുചിയുള്ളത്, സാധ്യതകളുള്ളത്, ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സാമ്പത്തിക ക്രമത്തിലേക്ക് വ്യക്തികൾ വികസിച്ചു വരുന്നു. ധാരാളിത്വത്തിന്റെയും ലുബ്ധതയുടെയും ഇടയിലുള്ള കുറിച്ചുള്ള പരാമർശം ഉണ്ടാകുന്നു. പരസ്പര ഉത്തരവാദിത്വത്തെ കുറിച്ച് പറയുന്നു. മദീന എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന്റെ സുരക്ഷയ്ക്കാവശ്യമായ പരസ്പര യോജിപ്പിന്റെ ഒരുപാട് ഘടകങ്ങൾ അവിടെ പരാമർശിക്കുന്നു. വ്യത്യസ്ത സമൂഹങ്ങൾ തമ്മിൽ ചേർന്നു നിൽക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച്, അവർക്കിടയിൽ ഉണ്ടാകേണ്ട സാമ്പത്തിക ബന്ധങ്ങളെക്കുറിച്ച്, സാമ്പത്തിക ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച്, ശാരീരികമായ അല്ലെങ്കിൽ കായികമായ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച്, ഇങ്ങനെ അടിസ്ഥാനപരമായ ഒരു ഭരണ സംവിധാനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലേക്ക് മുഴുവൻ കടന്നു ചെന്നുകൊണ്ടാണ് സ്വഹീഫത്തുൽ മദീന രൂപപ്പെട്ടു വരുന്നത്. ആ സ്വഹീഫത്തുൽ മദീനയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ജീവിതക്രമം മദീനയിൽ രൂപപ്പെട്ടു വരുന്നു. അവിടെ അതിന്റെ ബഹുസ്വരതയെ അംഗീകരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം ഒരു വിശ്വാസിയുടെ, മുസ്ലിമിന്റെ ജീവിതം എന്നതിന്റെ വളരെ പ്രകടമായ തെളിവ് തന്നെയാണെങ്കിൽ, അതിന്റെ സൂചന തന്നെയാണ്, പാഠം തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയെ സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രത്തിലൂടെ, ഒരു സംവിധാനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ക്രയവിക്രയത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നു. ധാരാളിത്വം ഒട്ടും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ലുബ്ധത അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പറ്റാത്ത ഒന്നാണ്. അപ്പൊ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു മധ്യമ നിലപാടിലേക്ക് സാമ്പത്തിക ക്രമത്തെ കൊണ്ടുവരുന്നു. ഒരു വ്യക്തിക്ക് സമ്പത്താർജിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അതേസമയം ആ സമ്പത്ത് അതിനെ സാമൂഹിക വളർച്ചയുടെ മേഖലയിൽ പ്രയോജനപ്പെടുത്താൻ ഒരവസരം കൊടുക്കുന്നു. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ചൂഷണത്തിൽ അധിഷ്ഠിതമായ ഒരുപക്ഷെ ജന്മി കുടിയാൻ സമ്പ്രദായത്തിന്റെ ഒരു പ്രാക്തരൂപം എന്ന് പറയാവുന്ന തരത്തിലേക്ക് വികസിച്ചു വരുന്നിരുന്ന ഒരു സാമൂഹ്യ ക്രമത്തെയാണ്, ഒരു സാമ്പത്തിക ക്രമത്തെയാണ് ഘട്ടം ഘട്ടമായി പരിവർത്തിതമാക്കുന്നത്. സമ്പത്ത് ചിലയിടങ്ങളിൽ മാത്രം കുന്നുകൂടുന്ന സാഹചര്യം നിഷേധിക്കുകയും സാമ്പത്തിക ഉച്ചനീചത്വങ്ങളുടെ സാധ്യതകൾ അതെല്ലാം ഉണ്ടായിരുന്നതാണ് മദീന എന്ന് ഞാൻ സൂചിപ്പിച്ചു. ആ ഉച്ചനീചത്വങ്ങളുടെ സാധ്യതകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വ്യക്തിക്ക് സമ്പത്ത് ആർജിക്കാൻ അവസരം നൽകുന്നു. പക്ഷേ ആ ആർജിക്കുന്ന സമ്പത്ത് അത് വ്യക്തി മാത്രം ആസ്വദിക്കുന്നതിന് പകരം അതിനെ സാമൂഹിക പ്രക്രിയയിൽ പ്രയോജനപ്പെടുത്തുന്ന തരത്തിലേക്ക് ഒരു സാമ്പത്തിക ക്രമത്തെ വളർത്തിയെടുക്കുന്നു. സക്കാത്ത് സമ്പ്രദായം, സക്കാത്ത് കൊണ്ടുവരുന്നു. വിശുദ്ധ മതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തൂണായി, ഒരു ഭാഗമായി സക്കാത്ത് വരുന്നു. ആ സക്കാത്ത് വരുന്നതോടുകൂടി സമ്പത്ത് സമ്പന്നന്റെ മാത്രം അവകാശമല്ല എന്നതിലേക്ക് വരുന്നു. സ്വതക്കയെ പ്രോത്സാഹിപ്പിക്കുന്നു.
ഇങ്ങനെ സാമ്പത്തിക രംഗത്ത് കൊള്ളക്കൊടുക്കലുകളുടെ ഒരു വിശാലമായ ഒരു തലത്തെ തന്നെ വളർത്തിക്കൊണ്ടുവരുന്നു. പലിശ വലിയൊരു ദുർഭൂതമായി മദീനയിൽ നിന്ന് നിലനിന്നിരുന്നു. പ്രത്യേകിച്ച് മദീനയിലെ ജൂത വിഭാഗങ്ങൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തി എന്ന് പറയുന്നത് കൊള്ളപ്പലിശക്ക് പണം കൊടുക്കുക എന്നതായിരുന്നു. പലിശയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഖശിഖാന്തം എതിർക്കുകയും അതിനെ നിരോധിക്കുകയും ചെയ്യുന്നു. അപ്പൊ ചൂഷണത്തിന്റെ ഓരോ തലങ്ങളെയും പതുക്കെ പതുക്കെ അടർത്തി മാറ്റി, അറുത്തുമാറ്റി ഒരു പുതിയ സാമ്പത്തിക ക്രമത്തെ, അങ്ങനെ സമഗ്രമായ ഒരു സാമ്പത്തിക പരിഷ്കരണത്തെ, കച്ചവടത്തിന്റെ നിയമങ്ങൾ, കാർഷിക രംഗത്തെ നിയമങ്ങൾ, തൊഴിൽ രംഗത്തെ നിയമങ്ങൾ, ഇങ്ങനെ തൊഴിലിന്റെ മഹാത്മ്യത്തെക്കുറിച്ചുള്ള ബോധങ്ങൾ, ഇതെല്ലാം വളർത്തിയെടുത്തുകൊണ്ടുള്ള ഒരു പുതിയ സാമ്പത്തിക വ്യവസ്ഥിതിയിലേക്ക് മദീനയുടെ നഗരരാഷ്ട്രം വികസിച്ചു വരുന്നതിന്റെ മനോഹരമായ ചിത്രം നമ്മൾ മദീനത്തുർ റസൂലിൽ നിന്ന് വായിച്ചെടുക്കുന്നു. രാഷ്ട്രത്തിന്റെ ഭദ്രത ഏറ്റവും പ്രധാനമാണ്. രാഷ്ട്രത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി ആവശ്യമായ നയതന്ത്ര നീക്കങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തുർ റസൂൽ നിർവഹിക്കുന്നു. പരിസര പ്രദേശങ്ങളുണ്ടായിരുന്ന, പ്രത്യേകിച്ച് മക്കയുടെ ഭാഗത്തേക്കുള്ള ആ ഭൂപ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ജനവിഭാഗങ്ങൾ, ആ ജനവിഭാഗങ്ങളിലേക്ക് അവരുമായി പരസ്പര യോജിപ്പിന്റെ അല്ലെങ്കിൽ അവർക്കിടയിൽ അവരുമായുള്ള ചില കരാറുകളിൽ ഏർപ്പെടുന്നു. ഈ ഗോത്രമുഖ്യന്മാരുമായി, ഗോത്രവിഭാഗങ്ങളുമായി ചർച്ചകൾ നടക്കുന്നു, ചെറിയ ചെറിയ സൈനിക നീക്കങ്ങൾ നടക്കുന്നു. അങ്ങനെ ഈ വിഭാഗങ്ങളുമായി മദീന ശക്തമാണ് എന്ന ബോധത്തിലേക്ക് അവരെ കൊണ്ടുവരികയും മദീനയുടെ സഖ്യകക്ഷികളാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളും, അങ്ങനെ മദീനയുടെ ശത്രുക്കളെ പ്രതിരോധിക്കാൻ ആവശ്യമായ നയതന്ത്ര നീക്കങ്ങൾ വളരെ വളരെ രസകരമായ രൂപത്തിൽ, ഒരുപക്ഷെ അന്ന് അറബ് ലോകത്തിന് പരിചയമില്ലാത്ത വിധത്തിലുള്ള ഒരു നയതന്ത്ര നീക്കത്തിലൂടെ ഭദ്രമായ രാഷ്ട്രത്തിന്റെ നിർമ്മിതിയെ സാധിച്ചെടുക്കുന്നു. സൈനിക പ്രവൃത്തി എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്വമായി മാറുന്നു. നേരത്തെ പറഞ്ഞ വിവിധ ജനവിഭാഗങ്ങളുടെ കൂട്ടുത്തരവാദിത്വമായി രാഷ്ട്രത്തിന്റെ ഭദ്രതയെയും രാഷ്ട്രത്തിന്റെ വളർച്ചയെയും കാണുന്ന, അതിന്റെ സുരക്ഷയെ കാണുന്ന ഒരു തരത്തിലേക്ക് വരുന്നു. ഇങ്ങനെ ഭദ്രമായ ഒരു രാഷ്ട്രത്തെ, ഒരു ജനവിഭാഗത്തെ നിർമ്മിക്കുക എന്നിടത്ത് മദീന വിജയിച്ചതായി നമ്മൾ കാണുന്നു. ഇങ്ങനെ സുരക്ഷിതത്വത്തിന്റെയും നിർഭയത്വത്തിന്റെയും മദീനത്തുർ റസൂൽ രൂപപ്പെട്ടു വരികയും ലോകത്തെ ഏറ്റവും കെട്ടുറപ്പുള്ള ഭദ്രതയുള്ള ഒരു സാമൂഹ്യക്രമം അവിടെ രൂപപ്പെട്ടു വരികയും ചെയ്യുകയാണ്. ലോകത്തിലെ ഏറ്റവും ഉത്തമമായ സമൂഹവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ആ തങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സ്വഹാബത്തിന്റെയും സമൂഹമാണ് എന്നുറപ്പാണ്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെ പേരിൽ പണിതുയർത്തിയിട്ടുള്ള തുല്യതയില്ലാത്ത മനോഹരമായ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ് അവിടെ രൂപപ്പെട്ടു വരുന്നത്. ഈ മുന്നേറ്റങ്ങളെല്ലാം കാണുമ്പോൾ ഇതിന്റെ എല്ലാം അടിത്തറ എന്ന് പറയുന്നത് തൗഹീദാണ്, ഏകദൈവ വിശ്വാസമാണ്. അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ തിരുദൂതരാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഈ പ്രക്രിയകളെല്ലാം, ഈ സാമൂഹ്യ മാറ്റങ്ങളെല്ലാം, ഈ രാഷ്ട്രീയ മാറ്റങ്ങളെല്ലാം സാധിച്ചെടുക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാഷ്ട്രനായകത്വത്തിൽ മാത്രം വായിച്ചെടുക്കുക എന്നത് അപൂർണമായൊരു വായനയാണ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. റിസാലത്ത് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. റസൂൽ എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. ആ സവിശേഷതയിൽ നിന്നാണ് ഈ കാര്യങ്ങളെല്ലാം രൂപപ്പെട്ടു വരുന്നത്. ഇതുകൂടി ചേർത്ത് വെക്കുമ്പോഴാണ് ഏത് അന്വേഷണവും, ഏതു രാഷ്ട്രീയമായ അന്വേഷണവും സാമൂഹികമായ അന്വേഷണവും പൂർത്തിയാകുന്നത്. മദീനയോടും മദീനയുടെ നായകനോടും നമ്മുടെ ഉള്ളിൽ എന്നും സ്നേഹം വികസിച്ചു വരണം. അത് വിശ്വാസിയുടെ വികാരമായി വളർന്നു വരണം. അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, മദീനയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ വിവിധ തലങ്ങളിൽ വികസിച്ചു വരണം. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും നിരന്തരമായി വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം. അങ്ങനെയുള്ള അന്വേഷണങ്ങളിലേക്കും അങ്ങനെയുള്ള പഠനങ്ങളിലേക്കും നമ്മുടെയൊക്കെ മനസ്സുകൾ തിരിയുകയും പുതിയ ലോകത്ത് ചേർത്ത് വെച്ചുകൊണ്ട് ഈ സാമൂഹ്യക്രമത്തെ വായിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും കൂടുതൽ പഠിക്കാനും പറയാനും നമുക്ക് സാധിക്കണം. അതാകണം നമ്മുടെ ഉള്ളിൽ ഓരോ റബീഉൽ അവ്വലും ഉണർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വികാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അവാജ്യമായ സ്നേഹത്തിന്റെ, അനന്തമായ സ്നേഹത്തിന്റെ, അതിരുകളില്ലാത്ത സ്നേഹത്തിന്റെ, മറ്റൊന്നും കാക്ഷിക്കാതെയുള്ള സ്നേഹത്തിന്റെ ആ ഒരു തലങ്ങളിലേക്ക് വികസിച്ചു വരുമ്പോഴാണ് നമ്മൾ തിരുദൂതരിലേക്ക് അടുക്കുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന, അറിയുന്ന, അടുക്കുന്ന, ആ ശഫാഅത്തിൽ പ്രതീക്ഷയർപ്പിക്കുന്ന വിശ്വാസികളിൽ നമുക്കെല്ലാവർക്കും ചേരാൻ സാധിക്കണം. റബ്ബ് തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, വിശുദ്ധ റബീഉൽ അവ്വൽ നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ്. ലോക മുസ്ലിങ്ങളെമ്പാടും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അപദാനങ്ങൾ പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ, അവിടുത്തെ മദ്ഹുകൾ പാടിയും പറഞ്ഞും അവിടത്തേക്ക് സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ, വേങ്ങര അൽ ഇഹ്സാനിലെ വിദ്യാർത്ഥി സംഘടനയായ മഅദിനുൽ ബയാൻ സ്റ്റുഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച മീലാദ് ക്യാമ്പയിൻ്റെ രണ്ടാമത്തെ ദിവസമാണിന്ന്. ഇന്ന് എനിക്ക് നിങ്ങളോട് സംവദിക്കാനുള്ള വിഷയം അടർക്കളത്തിലെ അനുരാഗം എന്ന വിഷയമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനേക്കാൾ സ്നേഹിച്ച സ്വഹാബത്തിൻ്റെ ചരിത്രങ്ങൾ ധാരാളം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവർക്ക് അവരുടെ കുടുംബം പ്രശ്നമല്ല, സ്വന്തം ശരീരം പ്രശ്നമല്ല, സ്വന്തം സ്വത്തുക്കൾ പ്രശ്നമല്ല, എല്ലാത്തിലും ഉപരി അവർക്ക് നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് അവർ എല്ലായ്പ്പോഴും സ്നേഹിച്ചിരുന്നത്. സ്വന്തം ശരീരം കൊടുത്തുകൊണ്ട് ഹബീബിനെ സംരക്ഷിച്ച എത്രയെത്ര സ്വഹാബിമാർ കഴിഞ്ഞുപോയി. ചരിത്രം പഠിക്കുമ്പോൾ ഓരോന്നും നമുക്ക് കാണാൻ സാധിക്കും. ഞാനിന്നിവിടെ ഒന്ന് രണ്ട് ചരിത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അതുതന്നെ മഹാകവി മൊയ്ൻകുട്ടി വൈദ്യരുടെ ഉഹദ് പടപ്പാട്ടിൽ നിന്നും ബദർ പടപ്പാട്ടിൽ നിന്നുള്ള ചില ഈരടികൾ ആലപിച്ചുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നത്. ബദർ യുദ്ധ ചരിത്രം നമ്മളെല്ലാവരും കേട്ടതാണ്. ഉഹദിൻ്റെ ചരിത്രവും നമ്മൾ കേട്ടതാണ്. എന്നാൽ ബദറും ഉഹദും ചരിത്രം പഠിക്കുന്നവർക്ക് അതിൻ്റെ എല്ലാ ഭാഗവും ടച്ച് ചെയ്തുകൊണ്ട് ചരിത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ് മൊയ്ൻകുട്ടി വൈദ്യരുടെ ബദർ പടപ്പാട്ടും ഉഹദ് പടപ്പാട്ടും. മറ്റു മലയാള പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാൾ പാട്ടുപാടി അർത്ഥം വെച്ചാൽ ശരിക്കും ഓരോ സ്വഹാബത്തിൻ്റെ ചെവിട്ടടിയും ഹബീബിൻ്റെ കാൽവെപ്പുകളും അതുപോലെ വൈദ്യർ എഴുതി വച്ചിട്ടുണ്ട്. ധാരാളം ചരിത്രങ്ങൾ ഉഹദിൽ പറയുന്നുണ്ട്, ബദറിലും അതുപോലെ ധാരാളം ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം, ബദറും ഉഹദും എന്ന് പറയുന്നത് രണ്ടും സംഘടനകളാണ്, യുദ്ധങ്ങളാണ്. യുദ്ധങ്ങളാകുമ്പോൾ വെറുതെ പോകുന്നതല്ല രണഭൂമികയിലേക്ക് എന്ന് എല്ലാവർക്കും അറിയാം. അവിടെ നിന്ന് തിരിച്ചു വരാൻ നമ്മുടെ ശരീരമുണ്ടാകുമോ? കുടുംബത്തെ കാണാൻ പറ്റുമോ? ഭാര്യയെയും മക്കളെയും ഇനി കാണാൻ സാധിക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യചിഹ്നങ്ങൾ അവിടേക്ക് പോകുമ്പോൾ മനസ്സിലുണ്ടാകും. പക്ഷെ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട്, അതെല്ലാം ഒരു വിഷയമായി കാണാതെ, ഇസ്ലാമിനെയും ഹബീബിനെയും സ്നേഹിച്ചുകൊണ്ട്, അത്രയും സ്നേഹം ഉള്ളത് കാരണമായി ഹബീബിന് വേണ്ടി ശരീരം സമർപ്പിക്കാൻ വേണ്ടി തയ്യാറായിട്ടാണ് സ്വഹാബത്ത് ഈ രണഭൂമികയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. എന്തിനും തയ്യാറായ സ്വഹാബികളെയാണ് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ അവസരത്തിൽ റബീഉൽ അവ്വലിൽ ഹബീബിനെ സ്നേഹിക്കുന്ന ആളുകൾ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുന്ന മാസമാണ്. റബീഉൽ അവ്വൽ മാത്രമല്ല, അല്ലാത്ത സമയത്തും അല്ലാഹു തആല നമുക്കൊക്കെ ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീക്ക് നമുക്കൊക്കെ അല്ലാഹു തആല തരട്ടെ. അത് മുഖേന ഹബീബിലേക്ക് അടുക്കാനും അവിടുത്തെ ഷഫായത്തിൽ ഉൾപ്പെടാനുമൊക്കെ അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉഹദിന്റെ രണഭൂമികയിൽ നമുക്കറിയാം, ബദർ പോലെയല്ല ഉഹദ്. ഉഹദിൽ സ്വഹാബത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ധാരാളം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിൽ
ധാരാളം സ്വഹാബികൾ ഷഹീദായി പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധാരാളം പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ഉഹദ് പർവ്വതത്തിൻ്റെ മുകളിൽ നിർത്തിയ അമ്പെഴുത്തുകാരോട് ഞങ്ങൾക്ക് ഇവിടെ എന്ത് സംഭവിച്ചാലും നിങ്ങൾ താഴെ ഇറങ്ങി വരരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം അവർക്ക് ഓർഡർ നൽകിയിരുന്നു. പക്ഷേ ശത്രുക്കൾ ഓടിപ്പോകുന്നത് കണ്ടപ്പോൾ 50ഓളം ആളുകളെ ഉഹദ് മലയുടെ മുകളിൽ നിർത്തിയെങ്കിലും അതിൽ 40ഓളം ആളുകൾ താഴോട്ട് ഓടി വരികയും ശേഷിക്കുന്ന 10ഓളം ആളുകളാണ് അതിൻ്റെ മുകളിൽ നിന്നിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ടിട്ട്. അങ്ങനെ ശത്രുക്കൾ ആ മലയുടെ പിന്നിലൂടെ അവിടേക്ക് കയറുകയും വീണ്ടും ഒരു യുദ്ധം അവിടെ ഉണ്ടാവുകയും ചെയ്യുകയാണ്. അതിലാണ് സഹാബത്ത് ക്ഷീണിച്ചിട്ടുള്ളത്, തളർന്നിട്ടുള്ളത്, ധാരാളം മുറിവുകൾ പറ്റിയിട്ടുള്ളത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ധാരാളം പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷീണിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ ഉഹദ് പർവ്വതത്തിൻ്റെ അടുത്തുള്ള ഒരു പാറക്കല്ലിൻ്റെ അടുത്തിങ്ങനെ ഇരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആരുമില്ല, ഒറ്റക്കാണ് ഇരിക്കുന്നത്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കുകയാണ് ഇവിടെ ഇരിക്കുന്നത് അപകടമാണ്. ആ പാറയുടെ മുകളിൽ കയറിയാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും, ഇവിടെ ഇരിക്കുന്നത് അപകടമാണ്. ഇതെങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കാൻ ശ്രമിക്കുകയും എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ, കയറാൻ കഴിയാതെ വീണ്ടും ക്ഷീണം കൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യുന്ന ആ രംഗം വളരെ വേദനാജനകമായൊരു രംഗമാണ്. ഹബീബാണ് ക്ഷീണിച്ചിട്ടുള്ളത്, ധാരാളം പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാതെ, ഒരു അടി മുന്നോട്ട് നടക്കാൻ പോലും കഴിയാതെ ക്ഷീണിച്ചുകൊണ്ട് ഇരിക്കുന്ന ഹബീബിൻ്റെ അടുത്തേക്ക് അതാ ത്വൽഹ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പർവ്വതത്തിൻ്റെ ആ പാറക്കഷ്ണത്തിൻ്റെ പാറക്കല്ലിൻ്റെ മുകളിലേക്ക് കയറാൻ സാധിക്കുന്നുമില്ല. ആ സന്ദർഭത്തിൽ വിളമ്പും മക്കീരി തൻ്റെ ഇറക്കുള്ള സ്വഹറത്തിൻ മീതില്ലണവനാറാദ ഹബീബുല്ലാ ബിരികത്തില്ലാതെ കൊള്ളയെളുന്തപ്പോൾ തീ നീലാനിപ്പൻ എല്ലാം തടിപറ്റി ഇല്ലേ കുതിരത്ത്. വിളമ്പും മക്കിരി തൻ്റെ ഇറക്കുള്ള സ്വഹറത്തിൽ മീതിൽ അണവാൻ അറാദ ഹബീബുള്ള. ആ പാറക്കഷ്ണത്തിൻ്റെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. പക്ഷേ ബിരികത്തിൽ അതുകൊള്ള എളുന്തപ്പോൾ നിലനിപ്പാൻ എല്ലാം തടിപറ്റി ഇല്ലേ കുതിരത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണെങ്കിൽ അതിൻ്റെ മുകളിൽ കയറാനുള്ള ആ ഒരു ശക്തിയില്ല. അത്രയും ക്ഷീണിച്ചുകൊണ്ട് അവശനായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഉള്ളത്. ധാരാളം പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. എഴുന്നേറ്റ് അതിൻ്റെ മുകളിലേക്ക് പോകാൻ പോലും കഴിയുന്നില്ല. വൈദ്യര് പറയാണ്, തെളിവുറ്റേ സൂവനെട്ടിൽ ഷറഫ് ഫെറ്റോളിവുറ്റ ദീവമുഖത്തിനും മേവിശിരസിനും തിറമുറ്റേ ഉദീരങ്ങൾ ഹറജായ കസിറാലും ദേഹം മികവായേ ദാഹം മികവാലും. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ധാരാളം പരിക്കുകൾ പറ്റുകയും അതുപോലെ ദാഹവും ക്ഷീണവും അനുഭവപ്പെടുകയും ചെയ്തുകൊണ്ട് മുകളിലേക്ക് കയറാൻ കഴിയാത്ത ആ സന്ദർഭത്തിലാണ് ഈ ത്വൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കടന്നു വരുന്നത്. അളകുറ്റേ തീരുമൊയ്യിൽ അളന്താനെ ദുയം മടലങ്കി അത് കൂടെ കയർവാനേ അളവിലെ മക്ക് തത റഹുതാനെ തരം അത് കണ്ട് പുലി ത്വൽഹ അടുത്താനെ പിന്നിൽ ഇരിന്താനെ കണ്ടം കേളുന്താനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് തരം അത് കണ്ട് പുലി ത്വൽഹ അടുത്താനെ. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷീണവും അതിൽ കയറാൻ കഴിയാത്ത ആ രംഗവും കണ്ടുകൊണ്ട് ത്വൽഹ റളിയല്ലാഹു അൻഹു വേഗമതാ ഇലാ ഹദറത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ത്വൽഹ റളിയല്ലാഹു അൻഹു അവിടെ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിമ്പിലിരുന്നാനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലിരുന്നു. കാരണം എഴുന്നേറ്റ് നിന്ന് മുന്നോട്ട് നടക്കാൻ കഴിയാതെ ആകുമ്പോൾ നബി അവിടെ ഇരിക്കുന്നുണ്ട്. ഇരിക്കുമ്പോഴും ശരിക്കും ഇരിക്കാൻ കഴിയുന്നില്ല, ബേക്കോട്ട് വീണു പോകുന്നുണ്ടോ എന്ന് കണ്ടുകൊണ്ട് ത്വൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിമ്പിലിരുന്നാനെ. നബിയുടെ പിന്നിലിരുന്നു കൊണ്ട് ഇങ്ങനെ ചാരി ഇരിക്കാൻ വേണ്ടി
ആ ഒരു സെറ്റപ്പിൽ ത്വൽഹ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇരുന്ന് കൊടുക്കുക. ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിലേക്ക് ചാരി ഇരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുന്നത്, കണ്ടങ്ങളും താനെ ത്വൽഹ, ശത്രുക്കൾ ഇവിടേക്ക് വരാൻ സാധ്യതയുണ്ട്, ശത്രുക്കൾ ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് എഴുന്നേറ്റ് ആ പാറയുടെ മുകളിൽ, ആ കല്ലിൻ്റെ പാറക്കഷ്ണത്തിൻ്റെ മുകളിൽ, ആ മലയുടെ മുകളിൽ നമുക്ക് കയറണം, ഇവിടെ നിന്നാൽ നമുക്ക് അപകടമാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വൽഹ റളിയല്ലാഹുവിനോട് ഒന്നുകൂടെ പറയാ, നീ എന്നെ ഒന്ന് സഹായിക്കുമോ, നീ എന്നെ ഒന്ന് സഹായിക്കുമോ, ഈ പാറയുടെ മുകളിൽ കയറാൻ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ത്വൽഹ റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരയുകയാണ്. കാരണം എന്താ, ജീവിതകാലത്ത് ഹബീബിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അണഞ്ഞു പിടിച്ചുകൊണ്ട് ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ കൊണ്ടുപോകാൻ സാധിക്കുക എന്നത് ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു എന്തിനാ കരഞ്ഞത്? ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കാലിന് അല്പം നീളം കുറവാണ്. വേച്ചാണ്, കാല് എടുത്തെടുത്ത് വെച്ചാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു നടക്കാറുള്ളത്. ഇങ്ങനെ ഒരു കാല് നീളം കുറവുള്ള ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് എന്നെ ഒന്ന് ആ പാറയുടെ മുകളിൽ എത്തിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് കിട്ടിയ ഈ ചാൻസ് എനിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല റബ്ബേ എന്ന് ഭയന്നുകൊണ്ടാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു കരഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ, നബിയെ ഞാൻ എത്തിക്കാം, ഞാൻ തങ്ങളെ എടുത്തുകൊണ്ട് ആ പാറയുടെ മുകളിൽ ഞാൻ എത്തിക്കാം. எழுந்து நடந்தவர் நபியை கொண்டே ஏற்றி സുഹ്റത്തിൻ ഫൗഖിലണ്ടേ. മൊയ്ൻകുട്ടി വൈദ്യർ പറയാ, വളരെ വിശദമായിട്ട് ഉഹദിൽ എഴുതി വെച്ചിട്ടുണ്ട് വൈദ്യർ. അല്ലാഹു തആല അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. எழுந்து നടந்தവർ നബിയെ കൊണ്ടേ ഏറ്റി സഹ്റത്തിൻ ഫൗഖിലണ്ടേ. തെളിവുറ്റവർ ത്വാഹ ശരിയായി നണ്ടേ, ശരിയായി നിണ്ടേ. തിരുവായി മലർന്നപ്പോൾ സ്വഹാബിൽ വിണ്ടേ. തളമാം സുവർഗത്തെ ഉജൂബാക്കുന്നേ. ശഅന നടൈ ത്വൽഹ ഇവർ ചെയ്തെന്നേ. മൊളിഫെട്ടിടെ ത്വൽഹത്തൊരു പാദമേ. മുടവാൽ നടത്തമ്മാർ ഉദയോർ ആമേ. ത്വൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ, നബിയെ ഞാൻ കൊണ്ടുപോകാം, ഞാൻ തങ്ങളെ ശിരസിൽ വഹിച്ചുകൊണ്ട് ഞാൻ കൊണ്ടുപോകാം. നമ്മൾക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളോടാണ് ഹബീബ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ എത്ര സന്തോഷമായിരിക്കും നമുക്ക്. ഹബീബിനെ ഒന്ന് വാരി പുണർന്നുകൊണ്ട് മലയുടെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കൊതിക്കുന്ന മനസ്സുകളാണ്. പടച്ചവനെ, ത്വൽഹ റളിയല്ലാഹുവിന് കരയാ, എനിക്ക് സാധിക്കൂലേ, എനിക്കിതിന് കഴിയൂലേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ത്വൽഹ റളിയല്ലാഹുവിന് പറയുന്നു, നബിയെ വിഷമിക്കണ്ട, ഞാൻ എത്തിക്കാം. ഹബീബിൻ്റെ ഒരു കൈ തോളിലൂടെ ഇട്ട് മറു കൈ കൊണ്ട് ത്വൽഹ റളിയല്ലാഹുവിൻ്റെ കൈ കൊണ്ട് ഹബീബിനെ ഇങ്ങനെ താങ്ങി തോളിലേക്ക് വെച്ചുകൊണ്ട് ത്വൽഹ റളിയല്ലാഹു അൻഹു നടക്കുക മലയുടെ മുകളിലേക്ക്. ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ചിത്രം നമ്മൾ മനസ്സിലാക്കണം. ഒരു കാല് നീളം കുറവാ, കാല് എടുത്തെടുത്ത് വെച്ചാൽ നടക്കുക. ഈ സന്ദർഭത്തിൽ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കാല് നീളം കുറവുള്ളത് കാരണം ഞൊണ്ടി ഇങ്ങനെ നടക്കുമ്പോൾ ഹബീബിന് വിഷമാവുമല്ലോ, ഹബീബിന് അത് സഹിക്കാൻ കഴിയില്ലല്ലോ, ഇളകുമല്ലോ എന്ന് കരുതിയിട്ട് നീളം കൂടിയ കാല്, നീളം കുറവുള്ള കാലം ഒന്നും വലിച്ചു നീട്ടാൻ കഴിയില്ല. നീളം കൂടിയ കാല് ത്വൽഹ റളിയല്ലാഹു അൻഹു ചുരുക്കി വെച്ചുകൊണ്ട് സാധാരണ മനുഷ്യൻ നടക്കുന്നത് പോലെ ഹബീബിന് ഒരു ബുദ്ധിമുട്ടും വരാതെ ആ മലയുടെ മുകളിൽ, ആ പർവ്വതത്തിൻ്റെ മുകളിൽ ഹബീബിനെ ത്വൽഹ റളിയല്ലാഹു അൻഹു എത്തിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയാ, തളമാം സുവർഗത്തെ ഉജൂബാക്കുന്നേ. അത് ത്വൽഹ ഇവർ ചെയ്യുന്നേ. സ്വർഗം ഉജൂവാക്കുന്ന ഒരു പരിപാടിയാണ്, നിർബന്ധമാക്കുന്ന ഒരു സംഗതിയാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു ഇപ്പം ചെയ്തിട്ടുള്ളത് എന്ന് സഹാബത്തിനോട് ഹബീബ് പറയുന്നു. ഇത്രയും ഭാഗ്യം കിട്ടിയ ത്വൽഹ റളിയല്ലാഹു അൻഹു, പടച്ചവനെ അവരെ കൂടെ ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. ഇങ്ങനെ ത്വൽഹ റളിയല്ലാഹു അൻഹു ഹബീബിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു ഹബീബിനോട് പറഞ്ഞു, നബിയെ സ്വർഗം എനിക്ക് കിട്ടി, അതെനിക്ക് നിർബന്ധമായി എന്നെനിക്കറിയാം. പക്ഷേ ദുനിയാവിൽ
എൻ്റെ കാലുള്ളതുപോലെ ഈ മുടന്തനായിട്ടാണോ ഈ വികലാംഗനായിട്ടാണോ ത്വൽഹ സ്വർഗത്തിലുണ്ടാവുക എന്ന് ഹബീബിനോട് ചോദിക്കുന്ന സമയത്ത് അതാ ത്വൽഹ ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ഉടൽ കേശും വരുത്തം എണ്ടേ കീർത്തിച്ചടി ബെത്തും നടത്തം കൊണ്ടേ രണ്ടും ശരിയാക്കി നടന്തേ സബ്ബാൽ റഹ്മാൻ അജ്സ് തീർത്തവർക്ക് ഹബ്ബാൽ. ത്വൽഹ റളിയല്ലാഹു അൻഹു രണ്ട് കാലും നേരെയാക്കി നടന്നുകൊണ്ട് അതാ പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെച്ചപ്പോൾ സ്വഹാബത്തിനോട് പറയാ, സ്വർഗ്ഗ നിർബന്ധമാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അതാ ത്വൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, നബിയേ, ഞാൻ സ്വർഗത്തിലും ഇതുപോലെ ഈ ഒറ്റക്കാലിനായിട്ടാണോ, ഈ മുടന്തുള്ള ആളായിട്ടാണോ, ഒരു കാലിന് നീളം കുറവുള്ള ആയിട്ടാണോ ഞാൻ സ്വർഗത്തിൽ ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ മണ്ടർ കഥമേനും ശരിയായി നീളം മാജഅഹു കഞ്ചം അവർ മൗത്തോളം. ഹബീബ് അവിടുന്ന് പറയാ, ത്വൽഹ, നിന്റെ കാലിന് എവിടെ അസുഖം, നിന്റെ കാലിന് എന്ത് അസുഖമാണ് ഉള്ളത്, എന്ത് നീളം കുറവാണുള്ളത് നോക്ക്, ഒരു പ്രശ്നമില്ല. ത്വൽഹ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ കാലിന് സുഖപ്പെട്ടിരിക്കുന്നു. അവിടെ ദുനിയാവിൽ വെച്ച് തന്നെ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ മുടന്ത്, ആ കാലിൻ്റെ നീളം കുറവ് അവിടെ വെച്ച് തന്നെ ശരിയാവുകയും മരണം വരെ ത്വൽഹ റളിയല്ലാഹു അൻഹു അങ്ങനെ ജീവിക്കുകയും ചെയ്തു എന്ന് ഉഹുദ് പടപ്പാട്ടിൽ വൈദ്യർ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഹബീബിനെ സ്നേഹിച്ച, രണഭൂമികയിൽ പോലും ഹബീബിനെ സ്നേഹിച്ച, ജീവന തുല്യം സ്നേഹിച്ച സ്വഹാബത്തിൻ്റെ ചരിത്രം നമുക്ക് ധാരാളം പറയാനുണ്ട്. ഇനി ബദർ യുദ്ധത്തിലേക്ക് വന്നു നോക്കുകയാണെങ്കിൽ ഉഹുദിൽ നമ്മൾ നേരത്തെ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പറഞ്ഞു. ഇത്തരത്തിൽ ധാരാളം ചരിത്രങ്ങൾ ഉഹദിൽ പറയാനുണ്ട്, ധാരാളം ചരിത്രങ്ങൾ. ബദർ യുദ്ധത്തിലേക്ക് വന്നു നോക്കുമ്പോൾ അടർക്കളത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച ധാരാളം സ്വഹാബത്തിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ബദർ യുദ്ധവേളയിൽ ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ ഇങ്ങനെ സൊഫായി നിർത്തുന്ന സമയത്ത് ഒരു സംഭവം അരങ്ങേറിയിട്ടുണ്ട്. വൈദ്യർ പറയുന്നു, ഉറപ്പിപ്പാൻ അരുൾ കേട്ട് സ്വഹാബാക്കൾ നിലത്തെ ഉഷർമയുൾ കൊടികളും അണികളിൽ പിടിത്തേ മരുവാലർ വഴി കൊള്ളയുടൽ നേരെ നിറുത്തേ മനം മുന്തിയരികർകൾ സബ് തീർപ്പുൽ കരുത്തേ പിറതിക്കായി മുഖം മുന്നിട്ടത് ഹറുപദത്തെ പേശുന്നറിബിനു ഇസ്ഹകടൽ സഫങ്കുരത്തെ തിറമുറ്റ സമയത്തിൽ മദീനയളർത്തേ തിരുനബികൾ സൊഫിൻ്റെ ഇടാ നടന്ന് തീർത്തേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ ആ രണഭൂമികയിൽ എത്തിയതിന് ശേഷം സ്വഹാബത്തിനെ സൊഫായിട്ട് നിർത്താം, വരിയായിട്ട് നിർത്തുന്ന അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സൊഫിൻ്റെയും ഇടയിലൂടെ നടന്നുകൊണ്ട് ഓരോ സ്വഹാബികളെയും നമ്മൾ നിസ്കാരത്തിന് സൊഫായി നിൽക്കുന്നത് പോലെ കറക്റ്റാക്കി നിർത്തിക്കൊണ്ടിരിക്കുക. ഈ സമയത്താണ് സവാദ് റളിയല്ലാഹു അൻഹു അല്പം മുന്നിലേക്ക് മാറി നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. ചരിത്രം ചുരുക്കി പറയാം, സവാദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലുള്ള വടി കൊണ്ടൊന്ന് തട്ടിയിട്ട് പറഞ്ഞു, സവാദെ നേരെ നിൽക്ക്, വരിയിലേക്ക് നിൽക്ക്, സൊഫിൽ നിന്ന് മാറി നിൽക്കല്ല. സവാദ് റളിയല്ലാഹു അൻഹു നേരെ നിന്നു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കറങ്ങി വന്നുകൊണ്ട് എല്ലാ സൊഫിൻ്റെയും ഇടയിലൂടെ വന്നു നോക്കുമ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു വീണ്ടും മുന്നിലേക്ക് തെന്നി നിൽക്കുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വടികൊണ്ട് ഒന്ന് തട്ടിക്കൊണ്ട് സവാദ് റളിയല്ലാഹു അൻഹുവിനെ സൊഫിലേക്ക് നിർത്തിയപ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു അവിടെ അവസരം കാത്തു നിൽക്കുകയായിരുന്നു. സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, തങ്ങൾ ഇപ്പോൾ എന്നെ കുത്തിയത് എനിക്ക് വേദനയാകുന്നുണ്ട്. ഈ വടി കൊണ്ട് എന്നെ തട്ടിയത് എനിക്ക് ഭയങ്കര വേദനയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഖിസാസ് ചെയ്യണം. ആരോടാ പറയുന്നത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. ജീവനേക്കാൾ സ്വഹാബികൾ സ്നേഹിക്കുന്ന, കുടുംബത്തെക്കാളും ബന്ധുക്കളെക്കാളും ദുനിയാവിലുള്ള എല്ലാറ്റിനേക്കാളും സ്നേഹിക്കുന്ന ഹബീബിനോടാണ് ഖിസാസ് ചെയ്യണമെന്ന് സവാദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. സൊഫിൽ നിൽക്കുന്ന സഹാബത്തിന് അതാ ദേഷ്യം അടക്കാനായില്ല സവാദ് റളിയല്ലാഹു അൻഹുവിനോട്. ആരോടാ? ഹബീബിനോടാണോ ഈ പറയുന്നത് എന്ന് വിചാരിച്ച്
എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദേഷ്യത്തോടുകൂടെ നിൽക്കുക സവാദിനോട് റളിയല്ലാഹു അൻഹു. സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എനിക്ക് ഖിസാസ് ചെയ്യണം, എനിക്ക് വേദനയാകുന്നുണ്ട്, തങ്ങൾ എന്നെ വടികൊണ്ട് കുത്തിയത് എനിക്ക് വേദനയാകുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഖിസാസ് ചെയ്യണം, തങ്ങളെയും അതുപോലെ കുത്തണമെന്ന്, വടികൊണ്ട് തട്ടണമെന്ന് സവാദ് റളിയല്ലാഹു അൻഹു പറയാ. ഉരത്തിയ മൗലൽ ഉർബ ഉശിറങ്ങൾ യാ ഹബീബ ഉദിമങ്കും ത്വാബ ത്വാബ യാ റസൂലല്ലാഹ്. പെരിയോൻ ഊമൈ ഇറക്കൈ പേശും ജിൻ ഇൻസിടക്കൈ പിരിഷം റസൂലദാക്കൈ യാ സഫിയല്ലാഹ് ബരിശൈ റഹ്മത്തിനല്ലാഹ് ബഅസാക്കിയുള്ളതല്ല ബരുത്തപ്പെടുത്താനല്ല യാ നജിയല്ലാഹ്. സവാദ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ, ബരിശൈ റഹ്മത്തിനല്ലാഹ്, ബഅസാക്കിയുള്ളതല്ല ബരുത്തപ്പെടുത്താനല്ല യാ നജിയല്ലാഹ്. അല്ലാഹു തആല തങ്ങൾ അയച്ചിട്ടുള്ളത് ഈ ലോകർക്ക് റഹ്മത്തായിട്ടാണ്. ബരിശൈ റഹ്മത്തിനല്ലാഹ്, ബഅസാക്കിയിട്ടുള്ളതല്ല ബരുത്തപ്പെടുത്താനല്ല, ഒരാളെയും വേദനയാക്കാനല്ല നബിയെ തങ്ങൾ അല്ലാഹു തആല അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് തങ്ങൾ തട്ടിയത്, വടി കൊണ്ട് കുത്തിയത് വേദനയാകുന്നുണ്ട്, അതുകൊണ്ട് എനിക്കിപ്പോൾ ഖിസാസ് ചെയ്യണം. രംഗം എവിടെയാണ് നമ്മൾ ഓർക്കണം? ബദർ യുദ്ധം, മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന സന്ദർഭമാണ്. സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എനിക്ക് ഖിസാസ് ചെയ്യണം, എനിക്ക് വേദനയാകുന്നുണ്ട്, തങ്ങൾ എന്നെ വടികൊണ്ട് കുത്തിയത് എനിക്ക് വേദനയാകുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഖിസാസ് ചെയ്യണം, തങ്ങളെയും അതുപോലെ കുത്തണമെന്ന്, വടികൊണ്ട് തട്ടണമെന്ന് സവാദ് റളിയല്ലാഹു അൻഹു പറയാ. ഉരത്തിയ മൗലൽ ഉർബ ഉശിറങ്ങൾ യാ ഹബീബ ഉദിമങ്കും ത്വാബ ത്വാബ യാ റസൂലല്ലാഹ്. പെരിയോൻ ഊമൈ ഇറക്കൈ പേശും ജിൻ ഇൻസിടക്കൈ പിരിഷം റസൂലദാക്കൈ യാ സഫിയല്ലാഹ് ബരിശൈ റഹ്മത്തിനല്ലാഹ് ബഅസാക്കിയുള്ളതല്ല ബരുത്തപ്പെടുത്താനല്ല യാ നജിയല്ലാഹ്. സവാദ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ, ബരിശൈ റഹ്മത്തിനല്ലാഹ്, ബഅസാക്കിയുള്ളതല്ല ബരുത്തപ്പെടുത്താനല്ല യാ നജിയല്ലാഹ്. അല്ലാഹു തആല തങ്ങൾ അയച്ചിട്ടുള്ളത് ഈ ലോകർക്ക് റഹ്മത്തായിട്ടാണ്. ബരിശൈ റഹ്മത്തിനല്ലാഹ്, ബഅസാക്കിയിട്ടുള്ളതല്ല ബരുത്തപ്പെടുത്താനല്ല, ഒരാളെയും വേദനയാക്കാനല്ല നബിയെ തങ്ങൾ അല്ലാഹു തആല അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് തങ്ങൾ തട്ടിയത്, വടി കൊണ്ട് കുത്തിയത് വേദനയാകുന്നുണ്ട്, അതുകൊണ്ട് എനിക്കിപ്പോൾ ഖിസാസ് ചെയ്യണം. രംഗം എവിടെയാണ് നമ്മൾ ഓർക്കണം? ബദർ യുദ്ധം, മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന സന്ദർഭമാണ്. ആ സമയത്താണ് സവാദ് റളിയല്ലാഹു അൻഹു ഹബീബിനോട് പറയുന്നത്, എനിക്ക് വേദനയാവുന്നുണ്ട്, ഉദരം വല്ലാവരുത്തം ഉളവായത് നിമിത്തം ഉളന്നാൻ അത് പൊരുത്തം ആക്കിടാ നബിയേ. എൻ്റെ ഉദരം വല്ലാതെ വേദനിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഖിസാസ് ചെയ്യണം. ഹബീബിനോട് സവാദ് റളിയല്ലാഹു അൻഹു പറയാ, എല്ലാം അറിയുന്ന പ്രജകളുടെ സമുദായത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കാണുന്ന നേതാവ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് സവാദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാ, സവാദെ, വിഷമിക്കണ്ട, പേടിക്കണ്ട, ഞാൻ നിന്നെ തട്ടിയത് വേദനയാകുന്നുണ്ടെങ്കിൽ അതുപോലെ എന്നെയും ഖിസാസ് ചെയ്തോ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാ കയ്യിലുണ്ടായിരുന്ന വടി സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. സ്വഹാബത്തൊന്നടങ്കം ആകാംക്ഷയോടുകൂടെ നോക്കി നിൽക്കുക. സവാദ് എന്ത് ചെയ്യും? സവാദ് കുത്തുമോ, വടി വാങ്ങുമോ, എന്ത് ചെയ്യുമെന്ന് സ്വഹാബത്തെല്ലാവരും ആകാംക്ഷയോടുകൂടെ നോക്കി നിൽക്കുന്ന സന്ദർഭത്തിൽ കൈ നീട്ടിക്കൊണ്ട് സവാദ് റളിയല്ലാഹു അൻഹു ധൈര്യസമേതം വടി വാങ്ങുകയാണ്. വടി വാങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ധൈര്യസമേതം പറയുന്നു, നബിയെ, തങ്ങൾ എന്നെ കുത്തിയ സമയത്ത് എൻ്റെ ശരീരത്തിൽ വസ്ത്രമില്ലായിരുന്നു, ഞാൻ വസ്ത്രം ധരിച്ചിട്ടില്ലായിരുന്നു, എൻ്റെ ശരീരത്തിൽ വസ്ത്രമില്ല, എൻ്റെ തൊലിയിലാണ് തങ്ങൾ കുത്തിയത്, അതുകൊണ്ട് തങ്ങളുടെ കുപ്പായം അങ്ങ് പൊക്കണം.
തങ്ങളുടെ ഷർട്ടൊന്ന് പൊക്കണം, ഉയർത്തണം, എനിക്ക് തങ്ങളുടെ ശരീരത്തിലാണ് തട്ടേണ്ടത് എന്ന് ധൈര്യസമേതം സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അനുസരണയുള്ള ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ യദാ നൈനാർ നബി ത്വാഹ കമീസൈ കേറ്റി നവിനർ സവാദോഡിൻ ഗടുത്തോ തീറ്റി അയിനാൽ തിരുബാത്വൻ അയർത്ത് നോക്കി അടുത്ത് പൊളിഞ്ഞാശ മിളിയൊളുക്കി മഹിമാൻ മഹാജുവാൽ മലർ കഞ്ചത്തെ മധുപൂരണം കണ്ടേ പടിക്കാടുത്തേ കൈനൽ യഹദമാക്കി കിതഹും ചാട്ടി കതിരോൻ മാശങ്കുമ്മൈ പുടിത്ത് പൂട്ടി പൊരുളാൽ ബാത്തനോട് മുഖത്തെ ചേർത്തി പൊളിയും കാടൽ ഇഷ്കാൽ അണത്ത് മുത്തി അരിപ്പൂ അലർന്നേ തേൻ അരിന്തും പോലെ അളുതും മണത്തും ഷോ കൊഷിയ ഹാലേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സവാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയെ, തങ്ങൾ എന്നെ കുത്തിയ സമയത്ത്, എന്നെ തട്ടിയ സമയത്ത് എൻ്റെ ശരീരത്തിൽ വസ്ത്രമില്ലായിരുന്നു. അതുകൊണ്ട് ആ വടി കൊണ്ട് തങ്ങളെ കുത്തുമ്പോൾ അല്ലെങ്കിൽ തട്ടുമ്പോൾ തങ്ങളും വസ്ത്രമുയർത്തണം, ആ തൊലിയിലാണ് എനിക്ക് തട്ടേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അനുസരണയുള്ള നേതാവ് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ശരീരത്തിൽ നിന്ന് കുപ്പായമങ്ങ് ഉയർത്തി കാണിച്ചു കൊടുക്കുകയാണ്. വൈദ്യര് പറയുന്നു, നെയ്നാർ നബി തോഹ കമീസൈ കേറ്റി നവിനർ സവാദോടിൻ ഗടുത്തോ തീറ്റി അയിനാൽ തിരുബാത്തൻ അയർത്തു നോക്കി അടുത്ത് പൊളിഞ്ഞാശ മിളിയൊളുക്കി. ഹബീബ് തന്റെ കുപ്പായം ഷർട്ടങ് ഉയർത്തിയപ്പോൾ ആ സുന്ദരമായ പ്രകാശപൂരിതമായ ബത്തിന് അവിടുത്തെ വയറ് കണ്ടപ്പോൾ അതാ സവാദ് റളിയല്ലാഹു അൻഹു പാഞ്ഞടുക്കുകയാണ്. അതിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് അടുത്ത് പൊളിഞ്ഞാശ വിളിയൊളുക്കി കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുക്കുകയാണ്. മൈമാൻ മഹാജുഅൽ മലർ കഞ്ചത്തെ മധുപൂരണം കണ്ടേ പടിക്കടുത്തേ. പൂവിൽ തേന് നിറഞ്ഞു നിൽക്കുന്ന പൂവിലേക്ക് വണ്ട് എപ്രകാരമാണോ അടുക്കുന്നത്, ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് അടിക്കുന്ന ആ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് സവാദ് റളിയല്ലാഹു അൻഹു അതാ ഹബീബിന്റെ അടുക്കലേക്ക് ഓടി അടുക്കുകയാണ്. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന വടി കൈനൽ യദമാക്കി കിദ്ഹും ചാട്ടി കതിരോൻ മാശങ്കുമ്മൈ പുടിത്ത് പൂട്ടി. കയ്യിലുണ്ടായിരുന്ന ഹബീബ് കൊടുത്ത വടി ബഹുമാന പുരസ്സരം ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് കതിരോൻ മശങ്കുമ്മൈ പിടിത്തു പൂട്ടി. സൂര്യനേക്കാൾ ശോഭിക്കുന്ന, ചന്ദ്രനേക്കാൾ ശോഭയുള്ള ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം സവാദ് റളിയല്ലാഹു അൻഹു അണഞ്ഞുകൂട്ടി പിടിക്കുകയാണ്. സന്ദർഭം നമ്മൾ മനസ്സിലാക്കണം. യുദ്ധം മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ബദർ യുദ്ധത്തിന്റെ സമയത്താണ്. സഹാബത്ത് മുഴുവൻ ഈ രംഗങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അതാ കരഞ്ഞുകൊണ്ട് കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് സവാദ് റളിയല്ലാഹു അൻഹു ഹബീബിനെ പിടിച്ചുകൂട്ടി അണച്ചുകൂട്ടി പിടിക്കുകയാണ്. എന്നിട്ട് പൊരുളാൽ ബാത്തനോട് മുഖത്തെ ചേർത്തി പൊളിയും കാടൽ ഇഷ്കാൽ അണത്ത് മൊത്തി. ഷർട്ട് പൊക്കിപ്പിടിച്ചിരിക്കുന്ന, കുപ്പായം ഉയർത്തിക്കൊണ്ട് കാണിച്ചു കൊടുത്ത ഹബീബിന്റെ ബത്തിനോട് അതാ സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് ചേർത്തിക്കൊണ്ട് തുരുതുരാ ചുംബനങ്ങൾ കൊടുക്കുകയാണ്. ഹബീബിന്റെ ആ ശറഫാക്കപ്പെട്ട ശരീരത്തെ മതിവരുവോളം മുത്തി മണക്കുകയാണ്. എങ്ങനെയാണ് മുത്തുന്നത് എന്ന് വൈദ്യർ വളരെ വിശദമായിട്ട് ബദർ പടപ്പാട്ടിൽ പറയുന്നുണ്ട്. അരിപ്പൂ അലർന്തയത്തെ നരിന്തും പോലെ അളുതും മണത്തും ഷൗ കൊഷിയ ഹാലേ. എങ്ങനെയാണ് ഒരു വണ്ട് ഒരു പൂവിൽ നിന്ന് എപ്രകാരമാണ് തേൻ കുടിക്കാറുള്ളത്? ആ വണ്ട് തൻ്റെ ചിറകിൽ ആ വണ്ടിന്റെ ഭാരങ്ങളെല്ലാം താങ്ങി നിർത്തിക്കൊണ്ട് വണ്ട് പൂവിൽ അതിന്റെ ചുണ്ട് മാത്രം വെച്ച് തേൻ കുടിക്കുന്നത് പോലെ സവാദ് റളിയല്ലാഹു അൻഹു തന്റെ ഭാരമെല്ലാം സ്വയം ശരീരത്തിൽ വെച്ചുകൊണ്ട് ഹബീബിലേക്ക് ഭാരം നൽകാതെ
തൻ്റെ മുഖം ബത്തിനോട് ചേർത്തുകൊണ്ട് വേണ്ടുവോളം മുത്തുകയാണ്, തൻ്റെ ആഗ്രഹം സഫലീകരിക്കുകയാണ് സവാദ് റളിയല്ലാഹു അൻഹു ചെയ്യുന്നത്. കരുവാം കമൾ നൂറും പുറത്ത് ചിന്തി കാതം കലർന്നേ നടുക്കൽ പൊന്തി കരുണർ ഹബീബാവർ മുറാദെ വീട്ടാൻ കരുതി തുറന്നതാം കമീസൈ ചൂട്ടാൻ സ്വരണാനബി പേരു മണത്തെ ചൊല്ലാൻ സുവനത്തിലും മറ്റും ഉകം ഉണ്ടില്ല മിരളി സവാദിന്റെ മുറാദൈ തീർത്തേ മിസ്ക കടലിന്ന് തലവലിത്തേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കുപ്പായം പൊന്തിച്ചു കൊടുത്തത് എന്തിനാ? വടി കൊണ്ട് കുത്താൻ വേണ്ടിയാണ്. പക്ഷേ അവിടെ സവാദ് റളിയല്ലാഹു അൻഹു ചാൻസ് മുതലാക്കിക്കൊണ്ട് തുരുതുരാ ചുംബനങ്ങൾ അർപ്പിക്കുകയാണ്. തുരുതുരാ ചുംബനങ്ങൾ അർപ്പിച്ചുകൊണ്ട് വൈദ്യർ പറയുന്നു, മിരളി സവാദിന്റെ മുറാദെ തീർത്തേ. സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഉദ്ദേശം, ആ മുറാദ് അവിടെ പൂർത്തിയാക്കുകയും മിസ്ക കടലിന് തലവലിത്തേ. വൈദ്യർ പറയുന്നു, മിരളി സവാദിന്റെ മുറാദെ തീർത്തേ. സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഉദ്ദേശം, ആ മുറാദ് അവിടെ പൂർത്തിയാക്കുകയും മിസ്ക കടലിന് തലവലിത്തേ. മിസ്കിന്റെ സുഗന്ധത്തിന്റെ ആ ബഹറായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് തല വലിക്കുകയാണ്. ആ വൈദ്യരുടെ പ്രയോഗമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ആ രചനാ വൈഭവം അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഇത്രയധികം ഹബീബിനെ പുകഴ്ത്തിക്കൊണ്ട് എഴുതിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതുന്ന സ്ഥലത്തെല്ലാം എന്തെങ്കിലും വസ്ഫുകൾ വെച്ചാണ് വൈദ്യർ എഴുതിയിട്ടുള്ളത്. എന്നാൽ അബൂജഹലിനെ പറയുന്ന സമയത്തോ ഖേടൻ, ആനയുടെ മുഖമുള്ളവൻ, പന്നിയുടെ മുഖമുള്ളവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ശത്രുക്കൾ മുഴുവൻ അങ്ങനെയാണ് വൈദ്യർ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഹബീബിനെ പരിചയപ്പെടുത്തുമ്പോൾ എന്തെങ്കിലും ഒരു വസ്ഫ് പറയാതെ വൈദ്യരെ പരിചയപ്പെടുത്തിയിട്ടില്ല. ഇത്രയും ഹബീബിനെ വർണ്ണിച്ചെഴുതിയ കാവ്യമാണ് ബദർ പടപ്പാട്ട്. എല്ലാവരും പഠിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സവാദ് റളിയല്ലാഹു അൻഹു അതാ അവിടുത്തെ ശരീരത്തിൽ നിന്ന് തല വലിച്ചെടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, സവാദെ എന്താ നീ ഖിസാസ് ചെയ്യാഞ്ഞത്? ഖിസാസ് ചെയ്യാനാണല്ലോ ഞാൻ എൻ്റെ ഷർട്ട് പൊക്കി തന്നത്, എന്തുകൊണ്ട് നീ ഖിസാസ് ചെയ്തില്ല? ആ സമയത്ത് സവാദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബിയെ, തങ്ങളെ കുത്താൻ വേണ്ടിയല്ല, തങ്ങളെ ഖിസാസ് ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ രണ്ടേ ആഗ്രഹങ്ങളാണുള്ളത്. രണ്ടാഗ്രഹങ്ങളാണ് എനിക്കുള്ളത്. ആ രണ്ടാഗ്രഹവും ഈ ബദർ യുദ്ധത്തിന് മുമ്പ് തന്നെ പൂർത്തിയാക്കണമെന്ന ആ ഒരു ഉറച്ച തീരുമാനം കൊണ്ടാണ് നബിയെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അഥവാ ഞാൻ ഈ യുദ്ധത്തിൽ ഷഹീദായിപ്പോയാൽ, വഫാത്തായിപ്പോയാൽ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കില്ലല്ലോ. അതിനൊരു ചാൻസ് നോക്കി നടക്കുകയായിരുന്നു നബിയെ എന്ന് സവാദ് റളിയല്ലാഹു അൻഹു ഹബീബിനോട് പറഞ്ഞുകൊണ്ട് പറയാ, എൻ്റെ ഒരു ആഗ്രഹം തങ്ങളുടെ ആ ശരീരത്തിൽ നിന്ന് അടിച്ചു വീശുന്ന കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള ആ വാസന അത് മതിവരുവോളം ഒന്ന് ആസ്വദിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു നബിയെ. അതിനു വേണ്ടിയാണ് ഞാൻ ഈ യുദ്ധത്തിന്റെ മുഖത്ത് വെച്ചും ഈ പോർ മുഖത്ത് വെച്ചും തങ്ങളോട് ഇത്തരം കാര്യങ്ങൾ ചെയ്തത്. എന്നോട് പുറത്തു തരണം നബിയെ, എനിക്ക് പൊരുത്തപ്പെട്ടു തരണം നബിയെ. സവാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ശേഷം പറയുന്നു, ഒരാഗ്രഹം അതാണ്, തങ്ങളുടെ ശരീരത്തിൽ നിന്ന് അടിച്ചു വീശുന്ന ഈ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള ആ വാസന മതിവരുവോളം ഒന്ന് ആസ്വദിക്കുക. എന്നിട്ട് പറയുന്നു, സവാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, തുടര കൊതിസാനി തവനം തൊലിയും ജിൽദും ഇടകൾ ചേർപ്പാൻ തൊടുത്തേ കമലിഷ്കാൽ തുനിന്ത് കൂടി തുറപ്പീത്തുമൈക്കാമി സത് പോൽ ബീഡി. സവാദ് റളിയല്ലാഹു അൻഹു ഹബീബിനോട് പറയാ, ഹബീബേ, നബിയെ, എൻ്റെ ഈ ശരീരവും എൻ്റെ ഈ തൊലിയും എനൈജിൽദും ഇടകൾ ചേർപ്പാൻ, എൻ്റെ ഈ തൊലിയും തങ്ങളുടെ ആ ശരീരത്തിലുള്ള തൊലിയും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ കുപ്പായം ഉയർത്താൻ പറഞ്ഞത്. എൻ്റെ ശരീരത്തിൽ ഡ്രസ്സില്ല, അതുപോലെ ഡ്രസ്സില്ലാതെ കുത്തണമെന്ന് പറഞ്ഞ അതുകൊണ്ടാണ്.
എൻ്റെ തൊലിയും തങ്ങളുടെ തൊലിയും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ശരീരത്തിന് നരകം ഹറാമല്ല നബിയെ. തങ്ങളുടെ ശരീരത്തോട് ചേർന്ന ശരീരങ്ങൾ നരകത്തിൽ കടക്കുകയില്ലല്ലോ. അതും കൂടി സാധിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ തങ്ങളോട് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നബിയെ എനിക്ക് പുറത്തു തരണം. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം, ഈ സവാദിൻ്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇനി ഈ ശരീരം തന്നെ നബിയെ തങ്ങൾക്കുള്ളതാണ്, തങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു നബിയെ, എൻ്റെ ഈ ശരീരം ഞാൻ തങ്ങൾക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് രണഭൂമിയിലേക്ക് അടുത്ത സവാദ് റളിയല്ലാഹു അൻഹു. അവരൊക്കെ ഹബീബിനെ സ്നേഹിച്ചത് എൻ്റെ സഹോദരന്മാരെ റബീഉൽ അവ്വൽ മാസമാണ്. പരമാവധി സലാത്തുകൾ അധികരിപ്പിക്കുക, ഹബീബിനെ സ്നേഹിക്കുക. ഇവരൊക്കെ സ്നേഹിച്ച് സ്വർഗത്തിൽ പോയി അവരുടെ കൂടെ അല്ലാഹു തആല നമ്മെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. ധാരാളം ചരിത്രങ്ങൾ രണഭൂമികയിൽ നടന്നത് പറയാനുണ്ട്. ഉഹദിന്റെ രണാങ്കണത്തിൽ തന്നെ നമുക്കറിയാം, നുസൈബ ബീവി റളിയല്ലാഹു അൻഹ പടവെട്ടുന്ന ഒരു രംഗമുണ്ട്. ചുരുക്കി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നുസൈബ ബീവി റളിയല്ലാഹു അൻഹ ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നതല്ല, ഉഹദിന്റെ പട കാണാൻ വേണ്ടി, യുദ്ധം കാണാൻ വേണ്ടി. ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം സ്വഹാബികൾ പടവെട്ടിയ, ധീരമായി പോരാടിയ ആ പോർവീര്യം മദീനയിൽ സ്വഹാബികൾ പങ്കുവെക്കുന്നത് കേട്ട സ്വഹാബി വനിതകളായ സ്ത്രീകൾ അവര് ഉഹദിന്റെ രണഭൂമിയിലേക്ക് പോകുമ്പോൾ ഞങ്ങളും കൂടെ വരാം, യുദ്ധം ചെയ്യാനല്ല, ഹൈമയിൽ ഇരിക്കാനാണ്, നിങ്ങളുടെ ആ പോർവീര്യം ഒന്ന് കാണാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹറമായ ആളുകളുടെ കൂടെ അതാ യുദ്ധത്തിന് വന്നിട്ടുണ്ടായിരുന്നു. യുദ്ധം ചെയ്യാനല്ല, ഹൈമയിൽ മറഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്താണ് നുസൈബ ബീവി റളിയല്ലാഹു അൻഹ യുദ്ധം എവിടെ എത്തി, സ്വഹാബത്തിന്റെ പോരാട്ടങ്ങൾ എവിടെ എത്തി എന്നറിയാൻ വേണ്ടി ഒന്ന് ഹൈമയിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കി. പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ കയ്യിൽ ഒരു വെള്ളപ്പാത്രവും പിടിച്ചിരുന്നു. എന്തിനാ, വീണ കിടക്കുന്ന സഹാബത്തുണ്ടെങ്കിൽ അവർക്ക് വെള്ളം കൊടുക്കാലോ എന്ന് കരുതിയിട്ട് അതാ കയ്യിൽ ഒരു വെള്ളപ്പാത്രവും പിടിച്ചിരുന്നു. അങ്ങനെ നുസൈബ ബീവി റളിയല്ലാഹു അൻഹ ടെന്റിൽ നിന്ന്, ഹൈമയിൽ നിന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ കാണുന്നത് മിസ്കിന്റെ സുഗന്ധത്തിന്റെ ആ ബഹറായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് തല വലിക്കുകയാണ്. ആ വൈദ്യരുടെ പ്രയോഗമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ആ രചനാ വൈഭവം അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഇത്രയധികം ഹബീബിനെ പുകഴ്ത്തിക്കൊണ്ട് എഴുതിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതുന്ന സ്ഥലത്തെല്ലാം എന്തെങ്കിലും വസ്ഫുകൾ വെച്ചാണ് വൈദ്യർ എഴുതിയിട്ടുള്ളത്. അബ്ദുല്ലാഹിബ്നു കമീ എന്ന് പറയുന്ന ഒരു ശത്രു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെല്ലുവിളിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, എവിടെ മുഹമ്മദ്, എവിടെ മുഹമ്മദ്, മുഹമ്മദിനെ എനിക്ക് കിട്ടണം, മുഹമ്മദിനെ എനിക്ക് കാണണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഹമ്മദും ഞാനും ഒരേ സമയം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല, ലാത്തയാണ് ഉസ്സയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹിബ്നു കമീ എന്ന് പറയുന്ന ശത്രു അവിടെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ആ നുസൈബ ബീവി റളിയല്ലാഹു അൻഹു ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ആ സന്ദർഭത്തിൽ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബ്നു കമീയുമായി ഏറ്റുമുട്ടാൻ വരുന്നു. രണ്ടുപേരും യുദ്ധം ചെയ്ത് പൊടിപാറുന്ന യുദ്ധം, യുദ്ധക്കളത്തിൽ പൊടികൾ ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ ഇബ്നു കമീ എന്ന് പറയുന്ന ആ ശത്രു വധിക്കുകയും ഷഹീദാക്കുകയും അതിനുശേഷം ഹബീബിന്റെ അടുത്തേക്ക് തിരിയാൻ വേണ്ടി അബ്ദുല്ലാഹിബ്നു കമീ നിൽക്കുമ്പോഴാണ് നുസൈബ ബീവി ഹബീബിനെ നോക്കുന്നത്. ഹബീബിന്റെ അടുത്ത് ആരുമില്ല. ഇവിടെയാണ് നിർബന്ധമായ സന്ദർഭമാണ്, ഹബീബിനെ സംരക്ഷിക്കൽ നിർബന്ധമായ സന്ദർഭമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നുസൈബ ബീവി ഹബീബിന്റെ അടുത്തേക്ക് ഓടുകയാണ്. ഹബീബിന്റെ അടുത്ത് നിന്നുകൊണ്ട് അബ്ദുല്ലാഹിബ്നു കമീനെ തടഞ്ഞു വെച്ചു. ആര്? സ്വഹാബി വനിത നുസൈബ ബീവി റളിയല്ലാഹു അൻഹ. അബ്ദുല്ലാഹിബ്നു കമീനെ തടഞ്ഞു വെച്ചുകൊണ്ട് ഹബീബിന്റെ അടുത്തേക്ക് അടുക്കാൻ സമ്മതിച്ചില്ല. അവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടം വെച്ചത്, സ്നേഹിച്ചത്, അവരുടെ ജീവനേക്കാൾ സ്നേഹിച്ച ആളുകളായിരുന്നു. സ്വന്തം ശരീരത്തെയല്ല നുസൈബ ബീവി നോക്കിയിട്ടുള്ളത്, എൻ്റെ ഹബീബിനൊന്നും സംഭവിക്കരുത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിൽക്കുന്നു. അബ്ദുല്ലാഹിബ്നു കമീ നബിയുടെ അടുത്തേക്ക് വന്നപ്പോൾ അബ്ദുല്ലാഹിബ്നു കമീയുമായിട്ട് ഘോരമായി പടവെട്ടുന്നു നുസൈബ ബീവി റളിയല്ലാഹു അൻഹ. പടവെട്ടി അവസാനം അബ്ദുല്ലാഹിബ്നു കമീ ധരിച്ച 2 പടയങ്കിയും വെട്ടി മുറുക്കിക്കൊണ്ട് നുസൈബ ബീവി അബ്ദുല്ലാഹിബ്നു കമീന്റെ ശരീരത്തിൽ ധാരാളം മുറിവുകൾ വരുത്തുകയാണ്. ആ ദേഷ്യം കാരണം അബ്ദുല്ലാഹിബ്നു കമീന്റെ ലക്ഷ്യം ഹബീബാണ്, നുസൈബ ബീവിയല്ല.
ധാരാളം മുറിവുകൾ ശരീരത്ത് പറ്റിയപ്പോൾ ആ ദേഷ്യം കാരണം നുസൈബ ബീവിയെ ഒന്ന് ആഞ്ഞു വെട്ടുകയും നുസൈബ ബീവിയുടെ ചുമലിനത് പറ്റുകയും ആഴത്തിൽ മുറിവ് പറ്റുകയും ചെയ്തു. നുസൈബ ബീവിയുടെ ശരീരത്തിൽ മുറിവ് പറ്റി എന്ന് കണ്ടപ്പോൾ ശത്രുക്കൾ ധാരാളം ഓടിയെടുക്കുകയും ആ സന്ദർഭത്തിൽ തന്നെ ആ ശത്രുക്കളോട് എല്ലാം നുസൈബ ബീവി നിന്ന നൃത്തത്തിൽ പോരാടി എന്നാണ് ഉഹദ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. വൈദ്യർ വളരെ വിശദമായിട്ട് അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സമയം പാടി പറയാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ചരിത്രം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നുസൈബ ബീവി ആ ശത്രുക്കളോടെല്ലാം നിന്ന് പോരാടുകയും ഒടുവിൽ നുസൈബ ബീവിയുടെ മക്കളായ ഹബീബ് റളിയല്ലാഹു അൻഹും അബ്ദുള്ള റളിയല്ലാഹു അൻഹും ഭർത്താവായ സെയ്ദ് ബിൻ ആസിം റളിയല്ലാഹു അൻഹും നുസൈബ ബീവിയുടെ അടുത്തേക്ക് സഹായിക്കാൻ വേണ്ടി എത്തുകയും ശത്രുക്കളെ ആട്ടിയോടിക്കുകയും ചെയ്ത രംഗം ഉഹദ് യുദ്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ നുസൈബ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്നുകൊണ്ട് രണ്ട് മക്കളുടെയും ഭർത്താവിൻ്റെയും മുന്നിൽ നിന്നുകൊണ്ട് ഹബീബിനോട് പറയുന്നൊരു റിക്വസ്റ്റ് ഉണ്ട്, ഹബീബിനോട് പറയുന്നൊരു വാക്കുണ്ട്. നബിയെ, ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് സ്വർഗത്തിൽ തങ്ങളുടെ റഫീഖായിട്ട് തങ്ങളുടെ കൂട്ടുകാരായിട്ട് ഞങ്ങളെ കൂട്ടണം നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്, ഇവരെ എൻ്റെ റഫീഖായിട്ട് കൂട്ടണേ എന്ന് ദുആ ചെയ്യുകയും ഈ ദുആ അങ്ങ് കേട്ട സന്ദർഭത്തിൽ അതാ നുസൈബ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എൻ്റെ ജീവിതം മുതലായി, എനിക്കിനി ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ട് വന്നാലും എനിക്ക് പ്രശ്നമല്ല, എൻ്റെ ഹബീബിൻ്റെ കൂടെ ഞാൻ സ്വർഗത്തിൽ കൂട്ടുകാരായിട്ടുണ്ടാവുമല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ നുസൈബ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചക പ്രേമത്തിൻ്റെ അടങ്ങാത്ത ആവേശത്തിൻ്റെ ആ ഒരു പ്രതീകമാണ് നുസൈബ ബീവി റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഉഹദ് യുദ്ധത്തിൽ ഞാൻ നുസൈബയെ എൻ്റെ 4 ഭാഗത്തും ഞാൻ നുസൈബയെ കണ്ടിട്ടുള്ളത് യുദ്ധം ചെയ്യുന്നവളായിട്ടായിരുന്നു. അത്രയും ശത്രുക്കളോട് പൊടിമാറുന്ന യുദ്ധം നടത്തി ധാരാളം ശത്രുക്കളെ തുരത്തിയോട്ടിയ ധീര വനിതയാണ് നുസൈബ ബീവി റളിയല്ലാഹു അൻഹ. ഈ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരാൻ വേണ്ടി ഈ ചരിത്രത്തെ വളച്ചടിച്ചുകൊണ്ട് ചില നാസ്തികന്മാർ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇതൊന്നും ഈ പൊതു ഇടങ്ങളിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരാനോ പാർലമെന്റിൽ മത്സരിപ്പിക്കാനോ ഉള്ള തെളിവായിട്ട് ഈ ചരിത്രത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പാടില്ല. കാരണം അവർ യുദ്ധത്തിനു വേണ്ടി വന്ന ആളുകളല്ലായിരുന്നു. അവർ വന്നത് യുദ്ധം കാണാൻ വേണ്ടി, ഹൈമയിലിരുന്ന് കാണാൻ വേണ്ടി വന്നതാണ്. നിർബന്ധ സാഹചര്യം വന്ന അവസരത്തിലാണ് നുസൈബ ബീവി ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളത്. അല്ലാതെ ഇന്ന് പൊതുരംഗത്തേക്ക് സ്ത്രീകളെ വലിച്ചിഴക്കാനുള്ളൊരു തെളിവായിട്ട് ഈ ചരിത്രത്തെ ദയവ് ചെയ്ത് നമ്മൾ കാണരുതേ എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇത്തരത്തിൽ ധാരാളം സംഭവങ്ങൾ, യുദ്ധരംഗങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ ഇഷ്ക് വരുന്ന, സ്വഹാബത്ത് സ്നേഹിച്ച ഹബീബിനെ ഇത്രയധികം സ്നേഹിച്ച സ്വഹാബത്തിൻ്റെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവേ, അവരൊക്കെ അവരുടെ ജീവൻ കൊടുത്തുകൊണ്ട് ഹബീബിനെ സംരക്ഷിച്ചു, ദീനിനെ സംരക്ഷിച്ചു. പടച്ചവനെ, ഞങ്ങൾക്കൊന്നുമില്ലാത്തവരാണ്, ഇതിനൊന്നും സാധിക്കാത്തവരാണ്. അവരുടെ കൂടെ ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധപ്പെട്ടവരെയും മാതാപിതാക്കളെയും ഉസ്താദുമാരെയും എല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ട് ധാരാളം വർഷമായി, 10 വർഷത്തോളമായി മരണപ്പെട്ടു പോയിട്ട്. ഞാൻ ഈ രംഗത്തേക്ക് വരാൻ തന്നെ കാരണം എൻ്റെ ഉമ്മയാണ്. പടച്ചവനെ, ഉമ്മൻ്റെ ഖബർ നീ സ്വർഗപ്പൂന്തമാക്കി കൊടുക്കണം റഹ്മാനെ. പടച്ചവനെ, അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കിക്കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നീ ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തിൽ ഞങ്ങളെ ഏവരെയും ഒരുമിച്ച് കൂട്ടി അവരുടെ കൂടെ, ഈ സ്വഹാബത്തിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ യാ മൗലാനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.